ഡിയർ സ്റ്റുഡൻസ്, 2024 ഏപ്രിൽ മാസത്തെ ബിസിനസ് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അതിലെ മറ്റൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും വെൽക്കം. നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ക്ലാസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇത് നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും എത്തിച്ചു കൊടുക്കുക. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 36ാമത്തെ ക്വസ്റ്റ്യനാണ്. 2 മാർക്കിന് ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ് ഇനി പറയുന്നത്. 36ാമത്തെ ക്വസ്റ്റ്യനാണ് പറയുന്നത്. 36ാമത്തെ ക്വസ്റ്റ്യൻ വരുന്നത് സ്റ്റേറ്റ് എനി 2 ഡിഫറൻസ് ബിറ്റ്വീൻ പബ്ലിക് കമ്പനി ആൻഡ് പ്രൈവറ്റ് കമ്പനി. പബ്ലിക് കമ്പനിയും പ്രൈവറ്റ് കമ്പനിയും തമ്മിലുള്ള 2 വ്യത്യാസങ്ങൾ എഴുതാനാണ് പറയുന്നത്. അതിൻ്റെ ആൻസർ നോക്കൂ. എൻ്റെ ആൻസർ വരുന്നത്, ഒന്നാമത്തെ കാര്യം, ഓഹരി പൊതുജനങ്ങൾക്ക് വിൽക്കുവാൻ സാധിക്കുമോ എന്ന കാര്യത്തിലാണ്. സ്വകാര്യ കമ്പനിയുടെയും പൊതു കമ്പനിയുടെയും ഓഹരികൾ പൊതുജനങ്ങൾക്ക് വിൽക്കുവാൻ പറ്റുമോ, ആ കാര്യത്തിലെ ഡിഫറൻസാണ് ആദ്യം പറയുന്നത്. അതിലൊന്നാമത്തത്, പൊതു കമ്പനിയിലാണെങ്കിൽ, പബ്ലിക് കമ്പനിയിലാണെങ്കിൽ ഒരു പൊതു കമ്പനിക്ക് തങ്ങളുടെ ഓഹരികൾ സാധാരണക്കാർക്കും നിക്ഷേപകർക്കും വിൽക്കുവാൻ സാധിക്കുന്നതാണ്. പൊതു കമ്പനിയാണെങ്കിൽ, പബ്ലിക് കമ്പനിയാണെങ്കിൽ അതിൻ്റെ ഷെയറുകൾ സാധാരണക്കാർക്കും നിക്ഷേപകർക്കും വിൽക്കുവാൻ സാധിക്കും. ഓഹരി വിപണിയിൽ ലിസ്റ്റ് ചെയ്യപ്പെടുകയും ആർക്കും ഓഹരികൾ വാങ്ങുകയും വിൽക്കുകയും ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ കമ്പനിയുടെ ഷെയർ വിൽക്കുന്നതിന് മുമ്പായിട്ട് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ അതിനെ ലിസ്റ്റ് ചെയ്യപ്പെടണം. അതിന് ആ കമ്പനിക്ക് അതിൻ്റെതായ ക്വാളിഫിക്കേഷൻ, മറ്റ് ലൈസൻസ് കാര്യങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞാൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ അത് ലിസ്റ്റ് ചെയ്യപ്പെടും. അങ്ങനെ ലിസ്റ്റ് ചെയ്യപ്പെട്ടു കഴിഞ്ഞാൽ പൊതു കമ്പനിയുടെ ഓഹരികൾ പൊതുജനങ്ങൾക്ക് വാങ്ങുവാൻ സാധിക്കും. അതേസമയം സ്വകാര്യ കമ്പനിയുടെ ഓഹരികൾ, ഒരു സ്വകാര്യ കമ്പനിക്ക് തങ്ങളുടെ ഓഹരികൾ പൊതുജനങ്ങൾക്ക് വിൽക്കുവാൻ അനുവാദമില്ല. ഓഹരികൾ സാധാരണയായി കമ്പനിയുടെ സ്ഥാപകർ, കുടുംബാംഗങ്ങൾ അല്ലെങ്കിൽ വളരെ അടുത്ത സുഹൃത്തുക്കൾ എന്നിവരുടെ ഇടയിൽ മാത്രമായിട്ടാണ് കൈകാര്യം ചെയ്യുക. അതായത് പ്രൈവറ്റ് കമ്പനിയുടെ ഷെയറുകൾ പൊതുജനങ്ങൾക്ക് വിൽക്കുവാൻ സാധിക്കുകയില്ല എന്നർത്ഥം. ഇനി രണ്ടാമതൊരു ഡിഫറൻസ് പറയുന്നത് അംഗങ്ങളുടെ എണ്ണമാണ്. നമ്പർ ഓഫ് മെമ്പേഴ്സ്, അംഗങ്ങളുടെ എണ്ണം. ഇവിടെ പൊതു കമ്പനിയിൽ, ഒരു കമ്പനിയിൽ കുറഞ്ഞത് 7 അംഗങ്ങളെങ്കിലും ഉണ്ടായിരിക്കണം. പൊതു കമ്പനിയാണെങ്കിൽ, പബ്ലിക് കമ്പനിയാണെങ്കിൽ 7 അംഗങ്ങൾ ഉണ്ടായിരിക്കണം. എന്നാൽ പരമാവധി അംഗങ്ങളുടെ എണ്ണത്തിന് പരിമിതിയില്ല. അപ്പോൾ ചുരുങ്ങിയത് 7 അംഗങ്ങൾ, മാക്സിമം എത്ര വേണമെങ്കിലും ആവാം. ഇനി രണ്ടാമത്തത് സ്വകാര്യ കമ്പനി, പ്രൈവറ്റ് കമ്പനിയിലാകുമ്പോൾ ഒരു സ്വകാര്യ കമ്പനിയിൽ കുറഞ്ഞത് 2 അംഗങ്ങളെങ്കിലും ഉണ്ടായിരിക്കണം. മിനിമം 2 പേർ. എന്നാൽ പരമാവധി 200 വരെ അംഗങ്ങൾ ആകാവുന്നതാണ്. ഈ 2 ഡിഫറൻസാണ് ഈ 36ാമത്തെ ക്വസ്റ്റ്യനിൽ പറഞ്ഞത്. ഇനി നെക്സ്റ്റ് വരുന്നത് 37ാമത്തെ ക്വസ്റ്റ്യനാണ്. ഡിസ്ക്രൈബ് ദ റോൾ ഓഫ് SIDBI ആൻഡ് SISI ഇൻ പ്രൊവൈഡിങ് സപ്പോർട്ട് ടു സ്മോൾ ബിസിനസ് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ ചെറുകിട വ്യവസായങ്ങൾക്ക് പിന്തുണ നൽകുന്നതിൽ SIDBയും അതുപോലെ SISIയും വഹിക്കുന്ന പങ്ക് എന്തെല്ലാമാണ്? SIDB എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്മോൾ ഇൻഡസ്ട്രീസ് ഡെവലപ്മെൻറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. SISI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്മോൾ ഇൻഡസ്ട്രീസ് സർവീസ് ഇൻസ്റ്റിറ്റ്യൂട്ട്. ഈ 2 സ്ഥാപനങ്ങളും ചെറുകിട വ്യവസായങ്ങൾക്ക് നൽകുന്ന പിന്തുണകൾ എന്തെല്ലാമാണ്? അതിൽ ആദ്യം ഫസ്റ്റ് നമ്മൾ പറയുന്നത് SIDBയെ കുറിച്ചാണ് ആദ്യം പറയുന്നത്. ഇതിൽ SIDBI ചെറുകിട വ്യവസായ വികസന ബാങ്ക് നൽകുന്ന സഹായങ്ങൾ, പ്രോത്സാഹനങ്ങൾ ചെറുകിട ഇടത്തര സംരംഭങ്ങളുടെ, അതായത് MSME എന്ന് പറയും. ചെറുകിട ഇടത്തര സംരംഭങ്ങളെ MSME എന്ന് പറയും. ഇത്തരം സ്ഥാപനങ്ങളുടെ പ്രോത്സാഹനം, ധനസഹായം, വികസനം എന്നിവ ലക്ഷ്യമിട്ട് 1990 സ്ഥാപിതമായ ഒരു പ്രമുഖ സാമ്പത്തിക സ്ഥാപനമാണ് SIDBI എന്ന് പറയുന്നത്. ചെറുകിട വ്യവസായങ്ങളെ സാമ്പത്തികമായി ശക്തിപ്പെടുത്തുന്നതിലൂടെ രാജ്യത്തിൻ്റെ വ്യവസായ വളർച്ച ഉറപ്പാക്കുക എന്നതാണ് SIDBയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യമായിട്ട് വരുന്നത്. അപ്പോൾ ആദ്യകാലഘട്ടങ്ങളിൽ വൻകിട സ്ഥാപനങ്ങൾ മാത്രം ഉണ്ടായിരുന്ന സമയത്ത് ചെറുകിട വ്യവസായങ്ങളെ കൂടെ പ്രോത്സാഹിപ്പിക്കണം എന്ന പദ്ധതി കൊണ്ടാണ്
SIDBI പോലെയുള്ള ചെറുകിട വ്യവസായ സംരംഭക ബാങ്കുകൾ ഉയർന്നു വന്നിട്ടുള്ളത്. ഇനി ഇവയുടെ SIDBയുടെ പ്രധാനപ്പെട്ട പങ്കാണ് പറയുന്നത്. അതിലൊന്നാമത്തത് ധനസഹായം നൽകുക. ധനസഹായം നൽകുക. നോട്ട്സ് ചെയ്തെടുക്കുന്നവർ ഇതൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. ഒന്നാമത്തത് ധനസഹായം നൽകുക. ഇവിടെ നേരിട്ടുള്ള ധനസഹായം, ചെറുകിട വ്യവസായങ്ങൾക്ക് നേരിട്ട് ടേം ലോണുകൾ, പ്രവർത്തന മൂലധന വായ്പകൾ, വിദേശ കറൻസി ലോണുകൾ, ഇക്വിറ്റി പിന്തുണ, ഊർജ സംരക്ഷണ പദ്ധതികൾക്കുള്ള ധനസഹായം തുടങ്ങിയവ SIDBI നൽകുന്നുണ്ട്. മാത്രമല്ല പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുവാനും നിലവിലുള്ളവ വികസിപ്പിക്കുവാനും ഇവ സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ചെറുകിട വ്യവസായങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള മൂലധന ക്യാപിറ്റൽ, അതുപോലെ നിലവിലുള്ള സ്ഥാപനത്തിനെ വളർത്തുവാനൊക്കെ ആവശ്യമായിട്ടുള്ള ധനസഹായം SIDBI നൽകുന്നുണ്ട്. ഇനി മറ്റൊന്ന് പരോക്ഷമായിട്ടുള്ള ഇൻഡയറക്റ്റ് ഫിനാൻസ്. നേരത്തെ പറഞ്ഞത് ഡയറക്റ്റ് ഫിനാൻസ് ആയിരുന്നു, നേരിട്ടുള്ള ധനസഹായം. ഇനി മറ്റൊന്നാണ് ഇൻഡയറക്റ്റ് ഫിനാൻസ്, പരോക്ഷ ധനസഹായം. ഇവിടെ വാണിജ്യ ബാങ്കുകൾ, സംസ്ഥാനതല ധനകാര്യ സ്ഥാപനങ്ങൾ എന്നിവ പോലുള്ള മറ്റ് പ്രാഥമിക വായ്പക നൽകുന്ന സ്ഥാപനങ്ങൾക്ക് SIDBI റീഫിനാൻസിങ് സൗകര്യങ്ങൾ നൽകുന്നുണ്ട്. ഇപ്പോൾ വാണിജ്യ ബാങ്കുകളിൽ നിന്ന് മറ്റ് ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നൊക്കെ വായ്പ എടുത്ത ബാങ്കുകൾക്ക് SIDBI റീഫിനാൻസിങ്ങിനുള്ള സൗകര്യം നൽകുന്നുണ്ട്. ഇത് ഈ സ്ഥാപനങ്ങൾക്ക് MSME മേഖലയിലേക്ക് കൂടുതൽ വായ്പ നൽകുവാനുള്ള ശേഷി വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ധനസഹായ സൗകര്യങ്ങൾ നൽകുന്നുണ്ട്. ഇനി നെക്സ്റ്റ് വരുന്നത് വികസനപരമായ പിന്തുണയാണ്. വികസനപരമായ പിന്തുണ. അതിൽ ഒന്നാമത്തത് സാങ്കേതിക വിദ്യ നവീകരണം, ടെക്നോളജി അപ്ഗ്രേഡേഷൻ. സാങ്കേതിക വിദ്യ നവീകരണം. MSMEകൾക്ക് സാങ്കേതിക വിദ്യ നവീകരിക്കുവാനും ആധുനിക യന്ത്രങ്ങൾ വാങ്ങുവാനും SIDBI ധനസഹായം നൽകുന്നുണ്ട്. ഇത് അവരുടെ ഉൽപാദനക്ഷമതയും മത്സരശേഷി വർദ്ധിപ്പിക്കുവാനും സഹായിക്കുന്നതാണ്. അപ്പോൾ വൻകിട സ്ഥാപനങ്ങളൊക്കെ ടെക്നോളജി, സാങ്കേതിക വിദ്യ ഉപയോഗിക്കുമ്പോൾ ചെറുകിട സ്ഥാപനങ്ങൾക്കും ആവശ്യമായിട്ടുള്ള സാങ്കേതിക വിദ്യക്ക് ആവശ്യമായിട്ടുള്ള യന്ത്രങ്ങൾ വാങ്ങുവാനൊക്കെയുള്ള ധനസഹായങ്ങൾ SIDBI നൽകുന്നുണ്ട്. ഇനി മറ്റൊന്നാണ് ക്ലസ്റ്റർ ഡെവലപ്മെൻറ്റ്. ഒരേ വ്യവസായത്തിലുള്ള ചെറുകിട യൂണിറ്റുകളെ ഒരുമിച്ച് കൊണ്ടുവന്ന് അവരുടെ പൊതുവായ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനും അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനും SIDBI സഹായിക്കുന്നു. ക്ലസ്റ്റർ എന്നതുകൊണ്ടുള്ള ഉദ്ദേശം ഏതെങ്കിലും ഒരു ഭാഗം, ഒരു പ്രദേശം, അപ്പോൾ ആ പ്രദേശത്തുള്ള ഒരേ തരത്തിലുള്ള വ്യവസായ യൂണിറ്റുകൾ ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോൾ, അല്ലെങ്കിൽ ആ എല്ലാ ഒരേ തരത്തിൽപ്പെട്ട വ്യവസായശാലകളെ ഒരു യൂണിറ്റ് ആക്കിയിട്ട് അല്ലെങ്കിൽ ഒരു ടീമായി കൊണ്ടുവരികയും അവർക്ക് ആവശ്യമായിട്ടുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. ഇനി നെക്സ്റ്റ് വരുന്നതാണ് സംരംഭകത്വ വികസനം. പുതിയ സംരംഭകരെ പ്രോത്സാഹിപ്പിക്കുന്നതിനും അവർക്ക് പരിശീലനം നൽകുന്നതിനും SIDBI വിവിധ പരിപാടികൾ സംഘടിപ്പിക്കുന്നുണ്ട്. പുതിയ സംരംഭകർക്ക് വേണ്ട പ്രോത്സാഹനങ്ങൾ, പരിശീലനങ്ങൾ നൽകുന്നുണ്ട്. നെക്സ്റ്റ് വരുന്നത് വിപണന പിന്തുണ, മാർക്കറ്റിംഗ് സപ്പോർട്ട്. ചെറുകിട വ്യവസായ ഉൽപ്പന്നങ്ങൾക്ക് വിപണി കണ്ടെത്താനും അവയുടെ വിൽപ്പന വർദ്ധിപ്പിക്കുവാനും SIDBI സഹായിക്കുന്നുണ്ട്. പുതിയ വ്യവസായശാലകളാണെങ്കിൽ വ്യവസായ ഉൽപ്പന്നങ്ങൾക്ക് ഒരുപക്ഷെ മാർക്കറ്റിൽ പെട്ടെന്ന് തന്നെ പിടിച്ചു നിൽക്കാനോ അല്ലെങ്കിൽ മാർക്കറ്റിലേക്ക് ഇറങ്ങാനൊന്നും പെട്ടെന്ന് സാധിക്കുകയില്ല. അപ്പോൾ അത്തരം ഉൽപ്പന്നങ്ങൾക്ക് വേണ്ട സഹായങ്ങൾ SIDBI നൽകുന്നുണ്ട്. ഇനി നെക്സ്റ്റ് വരുന്നതാണ് മറ്റ് സേവനങ്ങളിൽ വരുന്നത്. വിവിധ പദ്ധതികളിലൂടെ കുറഞ്ഞ പലിശ നിരക്കിൽ വായ്പകൾ നൽകുന്നുണ്ട്. MSMEകൾക്ക് വായ്പയും മറ്റ് പിന്തുണ സേവനങ്ങളും എളുപ്പത്തിൽ ലഭ്യമാക്കുന്നതിന് ഉദ്യമി മിത്ര പോർട്ടൽ പോലുള്ള ഡിജിറ്റൽ സംരംഭങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്തരം മാർഗങ്ങളിലൂടെ വ്യത്യസ്തങ്ങളായിട്ടുള്ള സാമ്പത്തിക മറ്റു സൗകര്യങ്ങൾ SIDBI ചെറുകിട വ്യവസായങ്ങൾക്ക് നൽകി വരുന്നുണ്ട്. ഇനി അതിൽ മറ്റൊരു കാര്യം SISI, അതായത് ചെറുകിട
വ്യവസായ സ്ഥാപനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന മറ്റൊരു സ്ഥാപനമാണ് സ്മോൾ ഇൻഡസ്ട്രീസ് സർവീസ് ഇൻസ്റ്റിറ്റ്യൂട്ട്, SISI. ഇതിൻ്റെ ഫുൾ ഫോം പഠിച്ചു വെക്കാനായിട്ട് എക്സാമിന് ചിലപ്പോൾ ഫുൾ ഫോം എഴുതാൻ ചോദിക്കാറുണ്ട്. SISI, സ്മോൾ ഇൻഡസ്ട്രീസ് സർവീസ് ഇൻസ്റ്റിറ്റ്യൂട്ട്. ഇവകൾ നൽകുന്ന സഹായങ്ങളാണ് പ്രധാനപ്പെട്ട പങ്കാണ് ഇനി പറയുന്നത്. ചെറുകിട വ്യവസായങ്ങൾക്ക് കൺസൾട്ടൻസി, പരിശീലനം, സാങ്കേതിക സഹായം എന്നിവ നൽകുന്നതിനായി ഓരോ സംസ്ഥാനത്തും സ്ഥാപിച്ചിട്ടുള്ള സ്ഥാപനങ്ങളാണ് SISI എന്ന് പറയുന്ന സ്ഥാപനങ്ങൾ. ഇപ്പോൾ ഈ സ്ഥാപനങ്ങളെ SME ഡെവലപ്മെൻറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ, അതായത് MSME DI ഡെവലപ്മെൻറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ എന്ന് പുനർനാമകരണം ചെയ്തിട്ടുണ്ട്. ഇനി ഇവകളുടെ പ്രധാനപ്പെട്ട പങ്കാണ് പറയുന്നത്. SISIകളുടെ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നത്. ഒന്നാമത്തത് കൺസൾട്ടൻസി, സാങ്കേതിക സഹായം. കൺസൾട്ടൻസി ചെയ്യുന്നു, അതുപോലെ തന്നെ സാങ്കേതിക സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. നിലവിലുള്ളതും പുതിയതുമായ സംരംഭകർക്ക് സാങ്കേതികവും മാനേജ്മെൻറ്റ് സംബന്ധവുമായ കൺസൾട്ടൻസി നൽകുന്നുണ്ട്. അവർക്ക് ആവശ്യമായിട്ടുള്ള സാങ്കേതിക സഹായങ്ങൾ, പിന്നെ അവർക്ക് വേണ്ട ഉപദേശ നിർദ്ദേശങ്ങൾ നൽകുന്നുണ്ട്. ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുക്കുന്നത് യന്ത്രസാമഗ്രികൾ തിരഞ്ഞെടുക്കുന്നതിനും ഉൽപ്പന്നങ്ങളുടെ നിലവാരം മെച്ചപ്പെടുത്തുന്നതിനും വേണ്ടി അവരെ സഹായിക്കുന്നു. അതുപോലെ അസംസ്കൃത വസ്തുക്കളുടെയും ഉൽപ്പന്നങ്ങളുടെയും ഗുണനിലവാരം പരിശോധിക്കുന്നതിനും നിയന്ത്രിക്കുന്നതിനും വേണ്ട സഹായങ്ങൾ നൽകുന്നുണ്ട്. ഒന്നാമത്തത് കൺസൾട്ടൻസി, സാങ്കേതിക സഹായങ്ങൾ. ഇനി നെക്സ്റ്റ് വരുന്നത് പരിശീലന പരിപാടികൾ. സംരംഭകത്വ വികസന പരിപാടികൾ സംഘടിപ്പിക്കുന്നു. പുതിയ സംരംഭകരെ കണ്ടെത്തുന്നതിനും അവർക്ക് ബിസിനസ് തുടങ്ങുന്നതിനും നടത്തുന്നതിനും ആവശ്യമായിട്ടുള്ള അറിവും കഴിവും നൽകുന്നതിനും ഇത് സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഓരോ പ്രോഗ്രാമുകൾ, സെമിനാറുകൾ വെപ്പിച്ചുകൊണ്ട് അവർക്ക് ആവശ്യമായിട്ടുള്ള അറിവുകൾ നൽകുന്നു. പിന്നെ പുതിയ സംരംഭകരെ കണ്ടെത്തി അവർക്ക് വേണ്ട കഴിവുകൾ നൽകുന്നതിന് വേണ്ട പരിശീലനങ്ങളൊക്കെ ഇത്തരം SISI നൽകി വരുന്നുണ്ട്. മാനേജ്മെൻറ്റ്, സാങ്കേതികവിദ്യ നവീകരണം, ഗുണനിലവാര നിയന്ത്രണം, മലിനീകരണ നിയന്ത്രണം തുടങ്ങിയ വിവിധ വിഷയങ്ങളിൽ ഹ്രസ്വകാല കോഴ്സുകളും വർക്ക്ഷോപ്പുകളും നടത്തുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള പരിപാടികൾ നടത്തിയിട്ട് അവർക്ക് വേണ്ട പരിശീലനങ്ങളൊക്കെ SISI നൽകി വരുന്നുണ്ട്. ഇനി മറ്റൊന്നാണ് നയപരമായ ഉപദേശം, പോളിസി അഡ്വൈസ്. നയപരമായ ഉപദേശം ചെറുകിട വ്യവസായങ്ങളുടെ വികസനവുമായി ബന്ധപ്പെട്ട നയപരമായ കാര്യങ്ങളിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് ഉപദേശങ്ങൾ നൽകുന്നുണ്ട്. അപ്പോൾ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് ആവശ്യമായിട്ടുള്ള വികസന നയപരമായിട്ടുള്ള കാര്യങ്ങളിൽ ആവശ്യമായ ഉപദേശങ്ങൾ നൽകുന്നു. അതുപോലെ മറ്റൊരു കാര്യമാണ് വിപണി വിവരങ്ങൾ ശേഖരിക്കുക, വിപണി വിവരങ്ങൾ നൽകുക. ചെറുകിട വ്യവസായങ്ങൾക്ക് വിപണി വിവരങ്ങൾ നൽകുന്നു. ഇത് അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് വിപണനം ചെയ്യുന്നതിനും പുതിയ വിപണികൾ കണ്ടെത്തുവാനും ഇവരെ സഹായിക്കുന്നതാണ്. ഇപ്പോൾ മാർക്കറ്റിൽ ഓരോ ഉൽപ്പന്നങ്ങൾ എത്രത്തോളം, എങ്ങനെയാണ് കസ്റ്റമേഴ്സ് അതിനെ സമീപിക്കുന്നത്, അതിനെക്കുറിച്ചൊക്കെയുള്ള വിപണി വിവരങ്ങൾ ഓരോ സ്ഥാപനങ്ങൾക്കും നൽകുന്നുണ്ട്. അതിനനുസരിച്ച് ഉൽപ്പന്നങ്ങളിൽ പുരോഗതി വരുത്തുവാനും മാറ്റങ്ങൾ വരുത്തുവാനൊക്കെ സാധിക്കുന്നു. അതുപോലെ സർക്കാർ സംരംഭക പരിപാടികൾ പങ്കെടുക്കുവാൻ സംരംഭകരെ സഹായിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ചുരുക്കത്തിൽ SIDBI പ്രധാനമായും സാമ്പത്തിക സഹായം നൽകുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ SISI, അതിപ്പോഴത്തെ MSME DI എന്ന് പറയും, അവ സാങ്കേതിക മാനേജ്മെൻറ്റ് പരിശീലനം എന്നിവയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് പിന്തുണ നൽകി ചെറുകിട വ്യവസായങ്ങളുടെ സമഗ്രമായ വളർച്ചയ്ക്ക് സഹായിക്കുന്നുണ്ട്. അപ്പോൾ ചെറുകിട വ്യവസായങ്ങൾക്ക് പിന്തുണയേകുന്ന പ്രധാനപ്പെട്ട 2 സംരംഭങ്ങളാണ് SIDBIയും SISIയും. ഇനി നെക്സ്റ്റ് വരുന്നത് 37ാമത്തെ ക്വസ്റ്റ്യൻ തന്നെ ഒരു ഓപ്ഷണൽ ക്വസ്റ്റ്യൻ ഉണ്ട്, B ക്വസ്റ്റ്യൻ ഉണ്ട്, 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ തന്നെയാണ്. അതിൽ ചോദിക്കുന്നത് ഡിസ്ക്രൈബ് ദ റോൾ ഓഫ് NSIC അതുപോലെ NABARD ഇൻ പ്രൊവൈഡിങ് സപ്പോർട്ട് ടു സ്മോൾ ബിസിനസ് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ ചെറുകിട വ്യവസായങ്ങൾക്ക് പിന്തുണ നൽകുന്നതിൽ NSICയുടെയും അതുപോലെ
നബാർഡിൻ്റെയും പങ്ക് എന്താണ്? ഇവിടെ ആദ്യം NSIC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാഷണൽ സ്മോൾ ഇൻഡസ്ട്രീസ് കോർപ്പറേഷൻ. അതുപോലെ നബാർഡ് എന്ന് പറഞ്ഞാൽ നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ്. ഇവ രണ്ടിൻ്റെയും ഫുൾ ഫോം കൂടെ പഠിച്ചു വെക്കാം, എക്സാമിന് ചോദിക്കാറുണ്ട്. ഇവയുടെ പങ്കാണ് ഇനി പറയുന്നത്. അതിൽ ആദ്യം നമുക്ക് NSICയുടെ നോക്കാം. NSIC എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ സൂക്ഷ്മ ചെറുകിട ഇടത്തര സംരംഭങ്ങൾ, അതായത് ചെറുകിട വ്യവസായങ്ങൾ മൂന്നായി തരംതിരിക്കുന്നുണ്ട്. സൂക്ഷ്മ സ്ഥാപനങ്ങൾ, ചെറുകിട സ്ഥാപനങ്ങൾ, ഇടത്തര സ്ഥാപനങ്ങൾ. ഇവയെ പ്രോത്സാഹിപ്പിക്കുന്നതിനും പിന്തുണക്കുന്നതിനും സഹായിക്കുന്ന ഒരു സർക്കാർ സ്ഥാപനമാണ് NSIC. ഇത് 1955 സ്ഥാപിതമായ ഈ സ്ഥാപനം സാമ്പത്തിക, വിപണന, സാങ്കേതിക മറ്റ് പിന്തുണ സേവനങ്ങൾ നൽകി ചെറുകിട വ്യവസായങ്ങളുടെ വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള സംഭാവനകൾ നൽകുന്നുണ്ട്. ഇനി NSIയുടെ പ്രധാനപ്പെട്ട പങ്കാണ് പറയുന്നത്. ഒന്നാമത്തത് വിപണന പിന്തുണ, മാർക്കറ്റിംഗ് സപ്പോർട്ട്, വിപണന പിന്തുണ. ഇവിടെ ഒറ്റത്തവണ രജിസ്ട്രേഷൻ സ്കീം, ഫസ്റ്റ് വരുന്നത് ഒറ്റത്തവണ രജിസ്ട്രേഷൻ സ്കീം. ചെറുകിട വ്യവസായങ്ങൾക്ക് സർക്കാർ ടെൻഡറുകളിൽ പങ്കെടുക്കുന്നതിന് ഈ സ്കീം സഹായിക്കുന്നു. NSIC രജിസ്റ്റർ ചെയ്യുന്ന MSMEകൾക്ക് ടെൻഡറുകൾക്കുള്ള സെക്യൂരിറ്റി ഡെപ്പോസിറ്റിലും അതുപോലെ തന്നെ മറ്റുള്ള സെക്യൂരിറ്റി ഡെപ്പോസിറ്റിൽ നിന്നും ഇളവ് ലഭിക്കുന്നതാണ്. സർക്കാർ സംരംഭത്തിൽ MSMEകൾക്ക് മുൻഗണനയും ലഭിക്കുന്നതാണ്. അപ്പോൾ ഇവിടെ ഒറ്റ NSICയിൽ ഒരു തവണ രജിസ്ട്രേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഏണസ്റ്റ് മണി ഡെപ്പോസിറ്റ്, EMD എന്ന് പറയും, സെക്യൂരിറ്റി ടെൻഡറുകൾക്കുള്ള സെക്യൂരിറ്റി ഡെപ്പോസിറ്റാണ്. അവയിലും അതുപോലെ തന്നെ സെക്യൂരിറ്റി ഡെപ്പോസിറ്റിലും ഈ കാര്യങ്ങളിലെല്ലാം ഇത്തരം സ്ഥാപനങ്ങൾക്ക്, രജിസ്ട്രേഷൻ ചെയ്ത സ്ഥാപനങ്ങൾക്ക് ഇളവ് ലഭിക്കുന്നതാണ്. ഒന്നാമത്തത് വിപണന പിന്തുണ, ഒറ്റത്തവണ രജിസ്ട്രേഷൻ സ്കീമിലൂടെയുള്ള വിപണന പിന്തുണ ലഭിക്കുന്നു. അതുപോലെ നെക്സ്റ്റ് വരുന്നത് MSME ഗ്ലോബൽ മാർട്ട്. MSME ഗ്ലോബൽ മാർട്ട് ഇതൊരു ബിസിനസ് ടു ബിസിനസ് പോർട്ടലാണ്. B2B എന്ന് പറയും, ബിസിനസ് ടു ബിസിനസ്. ചെറുകിട വ്യവസായങ്ങൾക്ക് തങ്ങളുടെ ഉൽപ്പന്നങ്ങളും സേവനങ്ങളും പ്രദർശിപ്പിക്കുവാനും വാങ്ങുന്ന ആളുകളെയും വിൽക്കുന്നവരെയും കണ്ടെത്തുവാനും ആഗോള വിപണിയിൽ എത്തിച്ചേരുവാനുമാണ് ഈ ഗ്ലോബൽ മാർട്ട് സഹായിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ബിസിനസ് സ്ഥാപനങ്ങൾ അവർ ഉൽപ്പാദിപ്പിച്ച അവരുടെ ഉൽപ്പന്നങ്ങൾ മറ്റുള്ള ചെറു ബിസിനസ്സുകൾക്ക് അത് വിൽക്കുവാനും ആവശ്യക്കാരായിട്ടുള്ള ആളുകളെ കണ്ടെത്തുവാനും അതുപോലെ വാങ്ങുന്ന ആളുകൾ, വിൽക്കുന്ന ആളുകൾ, രണ്ട് കൂട്ടക്കാരെയും ഒരുമിച്ച് ചേർത്തുവാൻ വേണ്ടി ആഗോള വിപണിയിൽ എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുവരുന്ന ഒരു സംരംഭമാണ് MSME ഗ്ലോബൽ മാർട്ട് എന്ന് പറയുന്നത്. ഇതിന് ആവശ്യമായിട്ടുള്ള സഹായങ്ങൾ നൽകുന്നുണ്ട്. അതുപോലെ ട്രേഡ് ഫെയറുകളിലും പ്രദർശനങ്ങളിലും പങ്കെടുക്കുവാൻ സഹായിക്കുന്നു. ട്രേഡ് ഫെയർ, പ്രദർശനം, നമ്മുടെ ഉൽപ്പന്നങ്ങൾ പ്രദർശിപ്പിക്കുക. ഓരോ എക്സ്പോ പോലെ കണ്ടിട്ടുണ്ടല്ലോ, അതിൽ നമ്മുടെ പ്രോഡക്റ്റിനെ, ഉൽപ്പന്നത്തെ പരിചയപ്പെടുത്തുവാനും അത് വിൽക്കുവാനെല്ലാം സാധിക്കുന്നു. ഇനി അതുപോലെ നെക്സ്റ്റ് വരുന്നത് ആഭ്യന്തരവും അന്തർദേശീയവുമായ ട്രേഡ് ഫെയറുകളിൽ, പ്രദർശനങ്ങളിൽ പങ്കെടുക്കുവാൻ NSIC ചെറുകിട വ്യവസായങ്ങളെ സഹായിക്കുന്നു. ഇത് അവരുടെ ഉൽപ്പന്നങ്ങൾ പ്രദർശിപ്പിക്കുന്നതിനും വിപണനം ചെയ്യുന്നതിനും സഹായിക്കുന്നു. ഇനി മറ്റൊരു കാര്യമാണ് ധനസഹായ പിന്തുണ, ഫിനാൻഷ്യൽ സപ്പോർട്ട്, ധനസഹായ പിന്തുണ. അതിൽ വ്യത്യസ്ത കാര്യങ്ങൾ വരുന്നു. ഒന്നാമത്തത് റോ മെറ്റീരിയലിൻ്റെ കാര്യമാണ്. അസംസ്കൃത വസ്തു സഹായ പദ്ധതി, റോ മെറ്റീരിയൽ അസിസ്റ്റൻ്റ് സ്കീം. ഇവിടെ ചെറുകിട വ്യവസായങ്ങൾക്ക് ആവശ്യമായ അസംസ്കൃത വസ്തുക്കൾ വാങ്ങുന്നതിന് ധനസഹായം നൽകുന്നുണ്ട്. ഇത് വലിയ അളവിൽ അസംസ്കൃത വസ്തുക്കൾ വാങ്ങി വില കുറച്ച് ലഭിക്കുവാനും കാര്യക്ഷമമായി ഉൽപ്പാദനം നടത്തുവാനും സഹായിക്കുന്നതാണ്. ഇപ്പോൾ റോ മെറ്റീരിയൽ വാങ്ങുവാനുള്ള സഹായം നൽകുന്നു. ഇങ്ങനെ സഹായം ലഭിക്കുമ്പോൾ വലിയ എമൗണ്ടിന് റോ മെറ്റീരിയൽ വാങ്ങുന്ന സമയത്ത് നമുക്ക് കുറഞ്ഞ വിലയിൽ കൂടുതൽ റോ മെറ്റീരിയൽ ലഭ്യമാകും. അങ്ങനെ ലഭിച്ചു കഴിഞ്ഞാൽ കൂടുതൽ ഉൽപ്പന്നം നിർമ്മിച്ച് കുറഞ്ഞ വിലക്ക് വിൽക്കുവാനും അതിലൂടെ സ്ഥാപനങ്ങൾക്ക് വലിയ ലാഭം നേടുവാനും സാധിക്കുന്നു.
ഇപ്പം ഇത്തരത്തിൽ അസംസ്കൃത വസ്തു സഹായ പദ്ധതിയാണ് മറ്റൊന്ന്. ഇനി നെക്സ്റ്റ് വരുന്നത് വായ്പാ സൗകര്യങ്ങൾ നൽകുന്നു. ബാങ്കുകളുമായും മറ്റ് ധനകാര്യ സ്ഥാപനങ്ങളുമായി സഹകരിച്ച് MSMEകൾക്ക് എളുപ്പത്തിൽ വായ്പ ലഭിക്കുവാൻ വേണ്ടി NSIC സഹായിക്കുന്നുണ്ട്. മറ്റൊരു NSICയുടെ സഹായമാണ് വായ്പാ സൗകര്യങ്ങൾ. ഇത് പണയം വെക്കാതെയുള്ള വായ്പകൾ ഉൾപ്പെടെയുള്ള ധനസഹായങ്ങൾ ലഭ്യമാക്കുന്നുണ്ട്. അതുപോലെ മറ്റൊരു സൗകര്യമാണ് ക്രെഡിറ്റ് റേറ്റിംഗ്. മറ്റൊന്നാണ് ക്രെഡിറ്റ് റേറ്റിംഗ്. ഇവിടെ ചെറുകിട വ്യവസായങ്ങൾക്ക് കുറഞ്ഞ ചെലവിൽ ക്രെഡിറ്റ് റേറ്റിംഗ് ലഭ്യമാക്കുവാൻ NSIC സഹായിക്കുന്നുണ്ട്. നല്ല ക്രെഡിറ്റ് റേറ്റിംഗ് വായ്പ ലഭിക്കുവാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുകയും കുറഞ്ഞ പലിശ നിരക്കിൽ വായ്പ ലഭിക്കുവാൻ ഇവ സഹായിക്കുകയും ചെയ്യുന്നതാണ്. അപ്പോൾ ഇവിടെ ഇത്തരത്തിലുള്ള ചെറുകിട വ്യവസായങ്ങൾക്ക് കുറഞ്ഞ ചെലവിൽ ക്രെഡിറ്റ് റേറ്റിംഗ് ലഭിക്കുവാൻ വേണ്ട സഹായങ്ങൾ NSIC നൽകുന്നുണ്ട്. ഇനി മറ്റൊന്നാണ് സാങ്കേതിക പിന്തുണ, ടെക്നോളജി സപ്പോർട്ട്. സാങ്കേതിക പിന്തുണ നൽകുന്നുണ്ട്. അതിൽ വരുന്നത് സാങ്കേതിക വിദ്യ നവീകരണം. അത്യാധുനിക യന്ത്ര സാമഗ്രികളും സാങ്കേതിക വിദ്യകളും ലഭ്യമാക്കുവാൻ വേണ്ടി NSIC സഹായിക്കുന്നുണ്ട്. ഇത് ഉൽപാദനക്ഷമതയും ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരവും വർദ്ധിപ്പിക്കുവാൻ വേണ്ട സഹായങ്ങൾ നൽകുന്നുണ്ട്. അപ്പോൾ നെക്സ്റ്റ് വരുന്നത് സാങ്കേതിക പിന്തുണയാണ്. ഇനി അതുപോലെ തന്നെ പരിശീലനവും കൺസൾട്ടൻസിയുമാണ് നെക്സ്റ്റ് വരുന്നത്. സാങ്കേതികവും മാനേജ്മെന്റ് സംബന്ധമായ കാര്യങ്ങളിൽ പരിശീലന പരിപാടികളും കൺസൾട്ടൻസി സേവനങ്ങളും NSIC നൽകി വരുന്നുണ്ട്. പിന്നെ നെക്സ്റ്റ് വരുന്നതാണ് ഇൻക്യുബേഷൻ സെന്ററുകൾ. ഇവിടെ പുതിയ സംരംഭകർക്ക് ബിസിനസ് തുടങ്ങുന്നതിന് ആവശ്യമായിട്ടുള്ള അടിസ്ഥാന സൗകര്യങ്ങളും സാങ്കേതിക സഹായങ്ങളും NSIC ഇൻക്യുബേഷൻ സെന്ററുകളിലൂടെ നൽകുന്നുണ്ട്. പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുവാൻ ആവശ്യമായിട്ടുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ, സാങ്കേതിക സഹായങ്ങളെല്ലാം NSIC നൽകി വരുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് NSIC ചെറുകിട വ്യവസായങ്ങൾക്ക് നൽകി വരുന്ന സഹായങ്ങൾ. ഇനി നെക്സ്റ്റ് പറയുന്നത് നബാർഡാണ്. നബാർഡിനെ കുറിച്ചാണ് പറയുന്നത്. ഇവിടെ നബാർഡ് എന്ന് പറഞ്ഞാൽ നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ്, ദേശീയ കാർഷിക ഗ്രാമ വികസന ബാങ്ക് എന്ന് പറയും. ഇത് കാർഷിക മേഖലയുടെയും ഗ്രാമീണ വികസനത്തിൻ്റെയും ഉന്നമനത്തിനായി 1982 സ്ഥാപിതമായ ഒരു ബാങ്കാണ് നബാർഡ്. വർഷം ഓർത്ത് വെക്കണം. എക്സാമിനൊക്കെ 1 മാർക്കിനൊക്കെ ചോദിക്കുന്നൊരു ക്വസ്റ്റ്യനാണ്. നബാർഡ് ആരംഭിച്ചത് 1982 കാർഷിക മേഖലയാണ് പ്രധാനമായും ശ്രദ്ധിക്കുന്നത്. പ്രധാനമായിട്ടും ഇതിൻ്റെ ലക്ഷ്യം കാർഷിക മേഖലയാണ്. പിന്നെ അതിന് പുറമെ ചെറുകിട വ്യവസായങ്ങൾ, കൂടുതൽ ശ്രദ്ധ നൽകുന്നത് കാർഷിക മേഖലക്കാണ്. ഇനിയും ഗ്രാമീണ കാർഷിക അനുബന്ധ മേഖലകൾക്കും നബാർഡ് വലിയ രീതിയിലുള്ള സഹായങ്ങൾ നൽകി വരുന്നുണ്ട്. ഇനി നബാർഡിൻ്റെ പങ്കിനെ കുറിച്ചാണ് പറയുന്നത്. നബാർഡ് നൽകുന്ന സഹായങ്ങൾ. ഒന്നാമത്തത് ഗ്രാമീണ ചെറുകിട വ്യവസായങ്ങൾക്കുള്ള ധനസഹായം നൽകുന്നുണ്ട്. ധനസഹായം വ്യത്യസ്ത രീതിയിൽ നൽകി വരുന്നു. ഒന്നാമത്തത് പുനർവായ്പ. ഇവിടെ വാണിജ്യ ബാങ്കുകൾ, റീജിയണൽ റൂറൽ ബാങ്കുകൾ, സഹകരണ ബാങ്കുകൾ എന്നിവ പോലുള്ള പ്രാഥമിക വായ്പാ സ്ഥാപനങ്ങൾക്ക് നബാർഡ് പുനർവായ്പ നൽകുന്നു. അവർക്ക് വീണ്ടും വായ്പ നൽകുന്നതിന് ആവശ്യമായിട്ടുള്ള പണം വായ്പയായിട്ട് നൽകുന്നു. ഈ സ്ഥാപനങ്ങൾക്ക് കാർഷിക ഗ്രാമീണ മേഖലകളിൽ ചെറുകിട വ്യവസായങ്ങൾക്കും മറ്റ് സംരംഭങ്ങൾക്കും വായ്പ നൽകുവാൻ ഇത് സഹായിക്കുന്നതാണ്. അപ്പോൾ ചെറുകിട സ്ഥാപനങ്ങൾക്ക് വായ്പ നൽകുവാൻ ആവശ്യമായിട്ടുള്ള പണം വായ്പയായിട്ട് നബാർഡിൽ നിന്ന് ലഭിക്കുന്നു. ഇനി നെക്സ്റ്റ് വരുന്നത് രണ്ടാമത്തത് നേരിട്ടുള്ള ധനസഹായം, ഡയറക്റ്റ് ഫിനാൻസ്. ചില പ്രത്യേക പദ്ധതികളിലൂടെയും ഫണ്ടുകളിലൂടെയും ഗ്രാമീണ മേഖലയിലെ കാർഷിക അനുബന്ധ സംരംഭങ്ങൾക്ക്, ചെറുകിട വ്യവസായങ്ങൾക്കും നബാർഡ് നേരിട്ടുള്ള ധനസഹായങ്ങൾ നൽകുന്നുണ്ട്. ഇവിടെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഫുഡ് പാർക്കുകൾ,
അതുപോലെ കോൾഡ് സ്റ്റോറേജുകൾ തുടങ്ങിയ കാര്യങ്ങൾക്കുള്ള അടിസ്ഥാന സൗകര്യ വികസനത്തിന് ആവശ്യമായിട്ടുള്ള വായ്പ നൽകുന്നുണ്ട്. അപ്പോൾ രണ്ടാമത്തെ കാര്യം നേരിട്ടുള്ള ധനസഹായം നൽകുന്നുണ്ട്. ഇനി നബാർഡ് നൽകുന്ന മറ്റൊരു സഹായമാണ് സ്വയം സഹായ സംഘങ്ങളെയും സംയുക്ത ബാധ്യത ഗ്രൂപ്പുകളെയും പിന്തുണക്കുക. SHG അതുപോലെ തന്നെ JLS സ്വയം സഹായ സംഘങ്ങൾ, സംയുക്ത ബാധ്യത ഗ്രൂപ്പുകൾ ഇവയെ പിന്തുണക്കുന്നുണ്ട്. ഇവിടെ നബാർഡിൻ്റെ മൈക്രോ ഫിനാൻസ് സംരംഭങ്ങൾ ഗ്രാമീണ മേഖലയിലെ വനിതാ സ്വയം സഹായ സംഘങ്ങൾക്കും മറ്റു ഗ്രൂപ്പുകൾക്കും ആവശ്യമായിട്ടുള്ള വായ്പ ലഭിക്കുവാൻ അവരെ സഹായിക്കുന്നു. ഈ ഗ്രൂപ്പുകളിലൂടെ നിരവധി ചെറുകിട ഉൽപാദന സേവന യൂണിറ്റുകൾ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ആവശ്യമായിട്ടുള്ള സഹായങ്ങൾ സംയുക്ത ബാധ്യത ഗ്രൂപ്പുകൾക്കും അതുപോലെ മൈക്രോ ഫിനാൻസ് സംരംഭങ്ങൾക്കും ആവശ്യമായിട്ടുള്ള ധനസഹായങ്ങൾ നൽകുന്നുണ്ട്. അതുപോലെ നെക്സ്റ്റ് വരുന്ന കാര്യമാണ് വികസനപരമായ പിന്തുണ, ഡെവലപ്മെൻറ്റ് സപ്പോർട്ട്. സംരംഭകത്വ വികസനം അതിൽ വരുന്നതാണ് വികസനപരമായ പിന്തുണയിൽ വരുന്നത് സംരംഭകത്വ വികസനം. ഇവിടെ ഗ്രാമീണ മേഖലയിലെ ജനങ്ങൾക്കിടയിൽ, പ്രത്യേകിച്ച് സ്ത്രീകൾക്കും യുവജനങ്ങൾക്കുമിടയിൽ സംരംഭകത്വം വളർത്തുന്നതിനായി പരിശീലന പരിപാടികളും അവബോധ ക്യാമ്പയിനുകളും നബാർഡ് സംഘടിപ്പിക്കുന്നുണ്ട്. നെക്സ്റ്റ് വരുന്നതാണ് വികസനപരമായ പിന്തുണ. ഇനി മറ്റൊരു കാര്യമാണ് നൈപുണ്യ വികസനം. ഇവിടെ ഗ്രാമീണ മേഖലയിലുള്ള ആളുകൾക്ക്, സംരംഭകർക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനും പുതിയ സാങ്കേതിക വിദ്യകൾ പഠിപ്പിക്കുന്നതിനും ആവശ്യമായിട്ടുള്ള നൈപുണ്യ പരിശീലന പരിപാടികൾ നൽകുന്നുണ്ട്. അതുപോലെ മറ്റൊന്നാണ് വിപണന പിന്തുണ, മാർക്കറ്റിംഗ് സപ്പോർട്ട്. ഗ്രാമീണ ഉൽപ്പന്നങ്ങൾക്ക് വിപണി കണ്ടെത്തുവാനും അവയുടെ വിൽപ്പന വർദ്ധിപ്പിക്കുവാനും നബാർഡ് സഹായിക്കുന്നുണ്ട്. പലപ്പോഴും ഗ്രാമീണ മേളകൾ സംഘടിപ്പിച്ചും ഓൺലൈൻ വിപണികളുമായി ബന്ധപ്പെടുത്തിയും ഈ പിന്തുണ നൽകുന്നുണ്ട്. അപ്പോൾ നബാർഡ് ഇത്തരത്തിലുള്ള വിപണന പിന്തുണ നൽകി വരുന്നുണ്ട്. ഇനി നെക്സ്റ്റ് വരുന്നതാണ് ഗ്രാമീണ അടിസ്ഥാന സൗകര്യ വികസനം. ഗ്രാമങ്ങളിലെ റോഡുകൾ, സംഭരണ സൗകര്യങ്ങൾ, ജലസേചന പദ്ധതികൾ എന്നിവ പോലുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുന്നതിൽ നബാർഡ് വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നുണ്ട്. ഇത് ഗ്രാമീണ ചെറുകിട വ്യവസായങ്ങൾക്ക് വളരെ വലിയ രീതിയിലുള്ള ഗുണങ്ങളാണ് ചെയ്യുന്നത്. ഗ്രാമീണ അടിസ്ഥാന സൗകര്യ വികസനത്തിനുള്ള സഹായങ്ങൾ നൽകുന്നു. ഇനി നെക്സ്റ്റ് വരുന്നതാണ് നയപരമായ ഇടപെടലുകൾ. കാർഷിക ഗ്രാമീണ വികസനവുമായി ബന്ധപ്പെട്ട നയരൂപീകരണത്തിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളിലേക്ക് നബാർഡ് ഉപദേശങ്ങൾ നൽകുന്നുണ്ട്. നയപരമായ ഇടപെടലുകളാണ് മറ്റൊരു കാര്യം. ഇനി ചുരുക്കത്തിൽ NSIC പ്രധാനമായും MSME മേഖലയ്ക്ക് നേരിട്ടുള്ള സാമ്പത്തിക, വിപണന, സാങ്കേതിക പിന്തുണ നൽകുന്നുണ്ട്. മാത്രമല്ല അവരുടെ മത്സരശേഷി വർദ്ധിപ്പിക്കുന്നതിൽ പ്രധാനപ്പെട്ട ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ചെയ്യുന്നു. ഇതേസമയം നബാർഡ് കാർഷിക ഗ്രാമീണ മേഖലയിലെ സമഗ്ര വികസനത്തിലൂടെയും വിവിധ ധനകാര്യ സ്ഥാപനങ്ങളിലൂടെയുള്ള പുനർവായ്പകളിലൂടെയും ഗ്രാമീണ ചെറുകിട വ്യവസായങ്ങളെ പരോക്ഷമായിട്ടും നേരിട്ടും സഹായിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ NSIC സാമ്പത്തിക, വിപണന, സാങ്കേതിക പിന്തുണയെ നൽകുന്നു. അതേസമയം നബാർഡ് കാർഷിക ഗ്രാമീണ മേഖലയിലെ സമഗ്രമായ വികസന പദ്ധതികളിലൂടെയും സഹായിക്കുന്നുണ്ട്. ഈ കാര്യങ്ങളാണ് NSICയുടെയും നബാർഡിൻ്റെയും പ്രധാനപ്പെട്ട പങ്ക് പറയുന്നത്. ഇനി നെക്സ്റ്റ് വരുന്നത് 38ാമത്തെ ക്വസ്റ്റ്യൻ. നെയിം ദ പ്രോസസ് ഓഫ് ഫൈൻഡിങ് ആൻഡ് അട്രാക്റ്റിംഗ് സൂട്ടബിൾ ആപ്ലിക്കൻസ് ഫോർ എംപ്ലോയ്മെൻറ്റ്. B. List the two sources of process as I named in above. ഇവിടെ പ്രധാനമായിട്ടും തൊഴിലിന് അനുയോജ്യരായിട്ടുള്ള അപേക്ഷകരെ കണ്ടെത്തുന്നതിനുള്ള, ആകർഷിക്കുന്നതിനുള്ള പ്രക്രിയക്ക് പറയുന്ന പേരെന്താണ്? ആ പ്രക്രിയയുടെ സ്രോതസ്സുകൾ
പ്രധാനപ്പെട്ട സ്രോതസ്സുകൾ ഏതെല്ലാമാണ്? അതായത് ഒരു ജോലിക്ക് വേണ്ടി ആവശ്യമായിട്ട് നടത്തുന്ന പ്രക്രിയക്ക് നമ്മൾ പറയുന്ന പേരെന്താണ്? റിക്രൂട്ട്മെന്റ് എന്നാണ് പറയുന്നത്. റിക്രൂട്ട്മെന്റ്. അതിന് പ്രധാനപ്പെട്ട 2 സ്രോതസ്സുകൾ ഏതെല്ലാമാണെന്നാണ് പിന്നെ ചോദിക്കുന്നത്. അതിലൊന്നാമത്തത് ഇന്റേണൽ സോഴ്സ്, അതുപോലെ തന്നെ എക്സ്റ്റേണൽ സോഴ്സ്. ആന്തരിക സ്രോതസ്സുകൾ, അതുപോലെ ആഭ്യന്തര സ്രോതസ്സുകൾ. അതിലാദ്യം നമുക്ക് ഒന്നാമത്തത് ആന്തരിക സ്രോതസ്സുകൾ, അതായത് ഇന്റേണൽ സോഴ്സ് എന്ന് പറയും. ഇത് ഇന്റേണൽ സോഴ്സ് അല്ലെങ്കിൽ ആന്തരിക സ്രോതസ്സ് എന്ന് പറഞ്ഞാൽ സ്ഥാപനത്തിനുള്ളിൽ നിന്ന് തന്നെ അനുയോജ്യരായിട്ടുള്ള ജീവനക്കാരെ കണ്ടെത്തുവാൻ വേണ്ടിയിട്ടാണ് ആഭ്യന്തര സ്രോതസ്സുകൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ ഇന്റേണൽ സോഴ്സസ് എന്ന് പറയുന്നത്. അതിൽ പറയുന്ന കാര്യങ്ങൾ, ഒന്നാമത്തത് പ്രൊമോഷൻ. പ്രൊമോഷൻ എന്ന് പറഞ്ഞാൽ സ്ഥാനക്കയറ്റത്തിലൂടെ തൊഴിലാളികളെ കണ്ടെത്താം. രണ്ടാമത്തത് ട്രാൻസ്ഫർ, സ്ഥലം മാറ്റത്തിലൂടെ ഒരു സ്ഥാപനത്തിൽ നിന്നും മറ്റൊരു സ്ഥാപനത്തിലേക്ക് സ്ഥലം മാറ്റത്തിലൂടെ ജോലിക്കാരെ കണ്ടെത്താം. അതുപോലെ നെക്സ്റ്റ് നിലവിലുള്ള ജീവനക്കാരുടെ റെക്കമെൻഡേഷൻ, ശുപാർശകളിലൂടെ നിലവിലുള്ള ജീവനക്കാരെ ശുപാർശ ചെയ്യുന്നതിലൂടെ തൊഴിലാളികളെ കണ്ടെത്താം. അതുപോലെ മുൻ ജീവനക്കാരെ വീണ്ടും നമുക്ക് എന്ത് ചെയ്യാം? സ്ഥാപനത്തിലേക്ക് തന്നെ നിയമിക്കാം. അപ്പോൾ ഈ കാര്യങ്ങളിലൂടെയാണ് പ്രധാനമായിട്ടും, ഈ കാര്യങ്ങളാണ് ആന്തരിക സ്രോതസ്സുകൾ അല്ലെങ്കിൽ ഇന്റേണൽ സോഴ്സ് എന്ന് പറയുന്നത്. ഇതിന് കൂടുതൽ ചിലവോ മറ്റ് പ്രൊസീജിയേഴ്സോ ഒന്നും വരുന്നില്ല. പെട്ടെന്ന് തന്നെ നമുക്ക് ഇത്തരം തൊഴിലാളികളെ കണ്ടെത്തുവാൻ സാധിക്കുന്നതാണ്. ഇനി നെക്സ്റ്റ് വരുന്നതാണ്, രണ്ടാമത് വരുന്നതാണ് ബാഹ്യ സ്രോതസ്സുകൾ, എക്സ്റ്റേണൽ സോഴ്സ് എന്ന് പറയുന്നത്. ഇത് സ്ഥാപനത്തിന് പുറത്തു നിന്ന് അനുയോജ്യരായ അപേക്ഷകരെ കണ്ടെത്തുന്ന രീതിയാണ് ബാഹ്യ സ്രോതസ്സുകൾ എന്ന് പറയുന്നത്. ഇതിന് വ്യത്യസ്തങ്ങളായിട്ടുള്ള മേഖലകളിലൂടെ നമുക്ക് തൊഴിലാളികളെ കണ്ടെത്തുവാൻ കഴിയുന്നതാണ്. അതിലൊന്നാമത്തത് തൊഴിൽ പരസ്യങ്ങൾ, അഡ്വർടൈസ്മെന്റ്. പത്രങ്ങൾ, മാഗസിനുകൾ, ഓൺലൈൻ പോർട്ടലുകളിലൂടെ തൊഴിൽ പരസ്യങ്ങൾ നൽകി തൊഴിലാളികളെ ആകർഷിക്കുവാൻ സാധിക്കും. രണ്ടാമത്തത് തൊഴിൽ ഏജൻസികൾ. ജോലി ആവശ്യമുള്ളവരും ജോലിക്കാരെ ആവശ്യമുള്ളവരും ബന്ധപ്പെടുക എന്നൊക്കെ പറഞ്ഞ പരസ്യം കണ്ടിട്ടുണ്ടല്ലോ. അവർ ഈ എംപ്ലോയ്മെന്റ് ഏജൻസീസ് ആയിരിക്കും. അവരുമായി ബന്ധപ്പെട്ട് തൊഴിലാളികളെ കണ്ടെത്താൻ സാധിക്കും. പിന്നെ മറ്റൊന്നാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, അതായത് ക്യാമ്പസ് റിക്രൂട്ട്മെന്റിലൂടെ തൊഴിലാളികളെ കണ്ടെത്താം. നെക്സ്റ്റ് വരുന്നതാണ് വെബ്സൈറ്റുകൾ അല്ലെങ്കിൽ ഓൺലൈൻ റിക്രൂട്ട്മെന്റ്. നമ്മുടെ സ്ഥാപനത്തിൻ്റെ വെബ്സൈറ്റിലൂടെ അഡ്വർടൈസ്മെന്റ്, പരസ്യങ്ങൾ നൽകാം. അതുപോലെ ഓൺലൈനായിട്ട് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ അഡ്വർടൈസ്മെന്റ് നൽകിയിട്ടൊക്കെ തൊഴിലാളികളെ കണ്ടെത്തുവാൻ സാധിക്കുന്നതാണ്. ഇനി നെക്സ്റ്റ് വരുന്നതാണ് ലേബർ കോൺട്രാക്ടർമാർ. അതായത് ധാരാളം തൊഴിലാളികൾ കൈവശമുള്ള ആളുകളാണ് ലേബർ കോൺട്രാക്ടർമാർ എന്ന് പറയുന്നത്. അവരുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് ഒരു സ്ഥാപനത്തിന് തൊഴിലാളികളെ കണ്ടെത്താൻ സാധിക്കും. അതുപോലെ നെക്സ്റ്റ് വരുന്നതാണ് അൺസോളിസിറ്റഡ് അപേക്ഷകർ, അതായത് നേരിട്ട് അപേക്ഷിക്കുന്ന ആളുകൾ. സ്ഥാപനത്തിലേക്ക് നേരിട്ട് വന്ന് അവരുടെ ബയോഡേറ്റയോ റെസ്യൂമോ കൊടുന്നു വരുന്ന ആളുകളുണ്ടായിരിക്കും. അവ ശേഖരിച്ച് വെച്ച് സ്ഥാപനത്തിന് ആവശ്യമായി വരുന്ന സമയത്ത് ഈ ആപ്ലിക്കേഷൻസ് നൽകിയവരുമായി ബന്ധപ്പെടുകയും അവരെ സ്ഥാപനത്തിലേക്ക് റിക്രൂട്ട് ചെയ്യുകയും ചെയ്യുവാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ കാര്യങ്ങളാണ് പ്രധാനമായിട്ടും സ്ഥാപനത്തിലേക്ക് ആവശ്യമായിട്ടുള്ള തൊഴിലാളികളെ റിക്രൂട്ട് ചെയ്യുവാനുള്ള 2 മാർഗങ്ങൾ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 38ാമത്തിൽ തന്നെ ഒരു ഓപ്ഷണൽ ക്വസ്റ്റ്യൻ ആണ് ബി വരുന്നത്. 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ തന്നെയാണ്. നെയിം ദ പ്രോസസ് ഓഫ് അസൈൻമെന്റ് ഓഫ് ദ ജോബ് സെലക്റ്റഡ് കാൻഡിഡേറ്റ്. നെയിം ദ പ്രോസസ് ഓഫ് ഇൻട്രൊഡ്യൂസിങ് ന്യൂ എംപ്ലോയി ടു ഓർഗനൈസേഷൻ. ഒരു തൊഴിലാളിയെ തിരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞാൽ ആ തൊഴിലാളിക്ക് ജോലി നിയമിക്കുന്ന പ്രക്രിയക്ക് പറയുന്ന പേരെന്താണ്? ഇപ്പോൾ നമ്മൾ റിക്രൂട്ട്മെന്റ് ചെയ്തു, അവർക്ക് വേണ്ട പരിശീലനങ്ങളെല്ലാം കൊടുത്ത് തൊഴിലാളിയെ നിയമിക്കുന്ന ആ ഒരു പ്രക്രിയയുണ്ട്, അടുത്ത ഘട്ടം. അതിന് പറയുന്ന പേരെന്താണ്? അതിൻ്റെ പ്രക്രിയ, പ്രോസസ്സും ഇവയാണ് ഈ ഒരു ക്വസ്റ്റ്യനിലൂടെ പറയുന്നത്. ഇതിനെ നമുക്ക് നിയമനം എന്ന് പറയാം, പ്ലേസ്മെന്റ് നിയമനം എന്ന് പറയാം. ഈ പ്രക്രിയയെ നിയമനം എന്ന് പറയുന്നു. അതായത് തിരഞ്ഞെടുക്കപ്പെട്ട തൊഴിലാളിയെ
അയാൾക്ക് ഏറ്റവും അനുയോജ്യമായ ജോലിയിൽ നിയമിക്കുന്നതിനാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഇനി പുതിയ ജീവനക്കാരനെ സ്ഥാപനത്തിന് പരിചയപ്പെടുത്തുന്ന പ്രക്രിയക്ക് പറയുന്ന പേരെന്താണ്? അതിന് പറയുന്ന പേര് ഡയറക്ഷൻ എന്നാണ്. അതിന് പറയുന്ന പേരെന്താണ്? ഡയറക്ഷൻ എന്നാണ് അതിന് പറയുക. അതായത് പുതിയ ഉദ്യോഗസ്ഥന്, തൊഴിലാളിക്ക് സ്ഥാപനത്തിൻ്റെ നയങ്ങൾ, നിയമങ്ങൾ, സംസ്കാരം, സഹപ്രവർത്തകർ, ജോലിസ്ഥലം എന്നിവയെക്കുറിച്ചെല്ലാം മനസ്സിലാക്കി കൊടുക്കുന്ന പ്രക്രിയയാണ് ഡയറക്ഷൻ. അദ്ദേഹത്തിന് തൊഴിലുമായി ബന്ധപ്പെട്ട മുഴുവൻ കാര്യങ്ങളും പരിചയപ്പെടുത്തി കൊടുക്കുന്നതാണ് ഡയറക്ഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി നെക്സ്റ്റ് വരുന്നത് 39ാമത്തെ ക്വസ്റ്റ്യനാണ്. 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ തന്നെയാണ്. ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ അഡ്വർടൈസിങ് ആൻഡ് സെയിൽസ് പ്രൊമോഷൻ തമ്മിലുള്ള ഡിഫറൻസ് ആണ് ഒബ്ജക്റ്റീവ്സ് ആൻഡ് നേച്ചർ. പരസ്യവും വിൽപ്പന പ്രോത്സാഹനവും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എഴുതാനാണ് പറയുന്നത്. അതിൻ്റെ ആൻസർ നോക്കൂ. ഒന്നാമത്തത് പരസ്യം, അതുപോലെ വിൽപ്പന പ്രോത്സാഹനം. ആദ്യം പറയുന്നത് അതിൻ്റെ ലക്ഷ്യമാണ്, പരസ്യത്തിൻ്റെയും വിൽപ്പന പ്രോത്സാഹനത്തിൻ്റെയും ലക്ഷ്യം. ഇവിടെ പരസ്യം പ്രധാനമായിട്ട് ലക്ഷ്യം വെക്കുന്നത് ഒരു ഉൽപ്പന്നത്തെക്കുറിച്ചോ അല്ലെങ്കിൽ സേവനത്തെക്കുറിച്ചോ ഒരു ബ്രാൻഡിനെ കുറിച്ചോ ഉപഭോക്താക്കൾക്ക് ദീർഘകാല ഓർമ്മയുണ്ടാക്കുക, അല്ലെങ്കിൽ അവബോധം സൃഷ്ടിക്കുക, അവരിൽ താല്പര്യം വളർത്തുക, ഒരു നല്ല പ്രതിച്ഛായ ഉണ്ടാക്കിയെടുക്കുക, അതുപോലെ ബ്രാൻഡിനോട് വിശ്വസ്തത വളർത്തുക തുടങ്ങിയവയാണ് പ്രധാനമായിട്ടും പരസ്യം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്, ദീർഘകാലത്തേക്കാണ് അഡ്വർടൈസ്മെന്റ് ലക്ഷ്യം വെക്കുന്നത്. ഇനി അതുകൊണ്ടുള്ള പരിണിതഫലം ലഭിക്കുന്നത്, ഇത് സാധാരണയായി വിൽപ്പനയിൽ ഉടനടി വർധനവ് ഉണ്ടാക്കുന്നില്ല, മറിച്ച് ദീർഘകാലാടിസ്ഥാനത്തിൽ ഉപഭോക്താവിൻ്റെ മനസ്സിൽ ഒരു സ്ഥാനം നേടുകയും വാങ്ങൽ തീരുമാനങ്ങളെ സ്വാധീനിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് തന്നെ അറിയാലോ, നമ്മളൊക്കെ ഒരു പരസ്യം കണ്ടു കഴിഞ്ഞാൽ അത് നമ്മുടെ മനസ്സിൽ പതിയുകയും ഒരുപക്ഷെ ആ സമയത്ത് നമ്മൾ അത് വാങ്ങിക്കൊള്ളണമെന്നില്ല. പിന്നീട് നമുക്ക് ആ ഉൽപ്പന്നം വാങ്ങണം ആവശ്യം വന്നു കഴിഞ്ഞാൽ നമ്മൾ പരസ്യം കണ്ട ആ കമ്പനിയുടെ ഉൽപ്പന്നമായിരിക്കും സെലക്ട് ചെയ്യുക. ഇതിനൊരു എക്സാമ്പിൾ കൊടുക്കാൻ, നിങ്ങൾ അറിയുന്നതും വിശ്വസ്തതുമായിട്ടുള്ള ബ്രാൻഡ് എന്ന രീതിയിൽ ഒരു ഉൽപ്പന്നത്തെക്കുറിച്ച് ടി വിയിൽ പരസ്യം കാണിക്കുന്നത്. അപ്പോൾ ആ ഒരു പരസ്യം നമ്മുടെ മനസ്സിൽ പതിയുകയും ആ വർഷങ്ങളോളം ആ പരസ്യം നമ്മുടെ മനസ്സിലങ്ങനെ നിലനിൽക്കുകയും ചെയ്യും. ഇതാണ് പരസ്യം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദീർഘകാലത്തേക്കാണ് പരസ്യം ലക്ഷ്യം വെക്കുന്നത്. ഇനി ഇതേ സമയം വിൽപ്പന പ്രോത്സാഹനം വരുന്നത്, പ്രധാനപ്പെട്ട ലക്ഷ്യം ഉൽപ്പന്നത്തിൻ്റെ വിൽപ്പനയിൽ ഉടനടി വർധനവ് ഉണ്ടാക്കുക. അതായത് പെട്ടെന്ന് തന്നെ വിൽപ്പനയിൽ വർധനവ് ഉണ്ടാക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ലക്ഷ്യം. ഉപഭോക്താക്കളെ ഉൽപ്പന്നം വാങ്ങുവാൻ പ്രേരിപ്പിക്കുക, പുതിയ ഉൽപ്പന്നങ്ങൾ പരീക്ഷിക്കുവാൻ പ്രോത്സാഹിപ്പിക്കുക, സ്റ്റോക്കുകൾ ഒഴിവാക്കുക, അല്ലെങ്കിൽ ഓഫ് സീസൺ വിൽപ്പന വർദ്ധിപ്പിക്കുക എന്നിവയായിരിക്കും പ്രധാനമായിട്ടും സെയിൽസ് പ്രൊമോഷൻ മുന്നോട്ട് വെക്കുന്നത്. അഡ്വർടൈസ്മെൻറ്റ് ദീർഘകാലത്തേക്കാണ് ലക്ഷ്യം വെച്ചതെങ്കിൽ സെയിൽസ് പ്രൊമോഷൻ കുറഞ്ഞ കാലത്തേക്ക് പെട്ടെന്ന് ചെയ്തു തീർക്കേണ്ട കാര്യങ്ങളാണ് ലക്ഷ്യം വെക്കുന്നത്. ഇനി ഇതിൻ്റെ പരിണിതഫലം വരുന്നത്, സാധാരണയായി ഒരു നിശ്ചിത സമയത്തേക്ക് മാത്രം നീണ്ടു നിൽക്കുന്ന ഹ്രസ്വകാല തന്ത്രങ്ങളാണ് സെയിൽസ് പ്രൊമോഷനിൽ വരുന്നത്. അതായത് ഉടനടി വിൽപ്പനയെ ഉത്തേജിപ്പിക്കുന്ന കാര്യമാണ് ഇതിലേക്ക് ലക്ഷ്യം വെക്കുന്നത്. അതിൻ്റെ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ, ഒന്ന് വാങ്ങുമ്പോൾ മറ്റൊന്ന് സൗജന്യം, അല്ലെങ്കിൽ നിശ്ചിത % ഡിസ്കൗണ്ടുകൾ നൽകും, അതുപോലെ കൂപ്പണുകൾ, മറ്റുള്ള സമ്മാനങ്ങൾ തുടങ്ങിയ ഓഫറുകളൊക്കെ നൽകുകയും അതിലൂടെ വ്യാപാരം പെട്ടെന്ന് സെയിൽസിങ് നടത്തുന്ന രീതിയാണ് സെയിൽസ് പ്രൊമോഷനിൽ വരുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ലക്ഷ്യം വെക്കുന്നത്. ഇനി രണ്ടാമത്തത് ബി ചോദിച്ചത് അതിൻ്റെ നേച്ചർ, സ്വഭാവം എങ്ങനെയാണ് എന്നാണ്. ഇവിടെ പരസ്യം, അഡ്വർടൈസ്മെൻറ്റിൻ്റെ സ്വഭാവം, ഇത് ഒരു നോൺ പേഴ്സണൽ ആശയവിനിമയ രൂപമാണ്. അതായത് പരസ്യദാതാവ് നേരിട്ട് ഉപഭോക്താവുമായി സംവദിക്കുന്നില്ല. മാധ്യമങ്ങളിലൂടെ, അതായത് TV, റേഡിയോ, പത്രം, ഓൺലൈൻ തുടങ്ങിയ മാധ്യമങ്ങളിലൂടെ വലിയൊരു വിഭാഗം ജനങ്ങളിലേക്ക് ഒരേ സമയം സന്ദേശം എത്തിക്കുക. അപ്പോൾ ഉൽപ്പന്നം
ആവശ്യമുള്ളവരും വാങ്ങുവാൻ സാധ്യതയുള്ളവരും അല്ലാത്തവരുമായിട്ടുള്ള പൊതുജനങ്ങളിലേക്ക് എല്ലാവരിലേക്കും, അതാണ് നോൺ പേഴ്സൺ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഏതെങ്കിലും വ്യക്തികളെ മാത്രം ഉദ്ദേശിച്ചല്ല, എല്ലാ ആളുകളിലേക്കും പരസ്യം എത്തിക്കുന്നു. അതുപോലെ ഇതിൻ്റെ സമയപരിധി എന്ന് പറയുന്നത് ദീർഘകാല അടിസ്ഥാനത്തിലേക്കാണ് ഇതിൻ്റെ പരസ്യം ലക്ഷ്യം വെക്കുന്നത്. ഒരു ബ്രാൻഡ് നിർമ്മിക്കുവാൻ സമയം എടുക്കും. അതായത് ഈ പരസ്യം, പുതിയൊരു ഉൽപ്പന്നം വന്നു കഴിഞ്ഞാൽ അത് പരസ്യം കണ്ട് 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 നമ്മുടെ മനസ്സിൽ അത് പതിയണം. അങ്ങനെയാണ് ഒരു ബ്രാൻഡ് നിർമ്മിക്കുവാൻ, ആളുകളുടെ മനസ്സിൽ നിർമ്മിക്കുവാൻ സാധിക്കുന്നത്. അതുകൊണ്ട് എപ്പോഴും പരസ്യം എന്നുള്ളത് ദീർഘകാലത്തേക്കാണ് ലക്ഷ്യം വെക്കുന്നത്. മാത്രമല്ല ഇതിൻ്റെ ചെലവ് നോക്കുകയാണെങ്കിൽ സാധാരണയായിട്ട് ഇതിന് വൻതോതിലുള്ള മുതൽ മുടക്ക് ആവശ്യമായി വരുന്നതാണ്. ഇതിൻ്റെ പ്രയോജനം വരുന്നത്, അതായത് ബ്രാൻഡ് അവബോധം, ബ്രാൻഡ് ലോയൽറ്റി, ബ്രാൻഡ് ഇമേജ് എന്നിവ വളർത്തിയെടുക്കുവാൻ സാധിക്കും. അതായത് ആ ഒരു ബ്രാൻഡിനെ കുറിച്ചുള്ള ഒരു വിശ്വസ്തതയും അതിൻ്റെ ഒരു ഇമേജും തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മുടെ മനസ്സിൽ പതിയുന്നതാണ്. ഇനി ഇതേ സമയം സെയിൽസ് പ്രൊമോഷൻ, വിൽപ്പന പ്രോത്സാഹനം ലക്ഷ്യം വെക്കുന്നത് ഇതൊരു താൽക്കാലികവും ഉടനടിയുള്ളതുമായ പ്രതികരണം ലക്ഷ്യമിടുന്ന തന്ത്രമാണ് വിൽപ്പന പ്രോത്സാഹനം. പലപ്പോഴും ഇതൊരു പ്രത്യേക സമയപരിധിക്കുള്ളിൽ മാത്രം സാധുവാകുന്ന ഓഫറുകൾ മാത്രമാണ് വിൽപ്പന പ്രോത്സാഹനം നൽകുക. അതായത് നിശ്ചിത കാലത്തേക്ക്, ഒരു 1 മന്ത് അല്ലെങ്കിൽ 1 വീക്ക് അല്ലെങ്കിൽ 2 വീക്സ് എന്നൊക്കെ പറഞ്ഞിട്ട് ചില നിശ്ചിത സമയത്തേക്ക് മാത്രമായിരിക്കും വിൽപ്പന പ്രോത്സാഹനം ലക്ഷ്യം വെക്കുന്നത്. ഇതിൻ്റെ സമയപരിധി എന്നുള്ളത് ഹ്രസ്വകാല തന്ത്രങ്ങളായിരിക്കും. അതായത് ഒരു പ്രത്യേക ലക്ഷ്യം നേടുന്നത് വരെ മാത്രമാണ് ഇതിൻ്റെ സമയപരിധി നിലനിൽക്കുക. ഉദാഹരണത്തിന് സ്റ്റോക്ക് ക്ലിയറൻസ്, നമ്മൾ ഈ ഫിനാൻഷ്യൽ ഇയർ എൻഡൊക്കെ എത്തിക്കഴിഞ്ഞാൽ, അതായത് ജനുവരി, ഫെബ്രുവരി, മാർച്ച് മാസങ്ങളിലൊക്കെ ആയിട്ട് സ്റ്റോക്ക് ക്ലിയറൻസിന് വേണ്ടിയിട്ടൊക്കെ ഓഫറുകൾ കൊടുക്കാറുണ്ട്. ഇനി ഇതിൻ്റെ ചിലവ് ഒറ്റയ്ക്കുള്ള പ്രൊമോഷനുകൾക്ക് പരസ്യത്തേക്കാൾ കുറഞ്ഞ ചിലവ് വരും. അതായത് നമ്മൾ ചില ആളുകളിലേക്ക് മാത്രം അല്ലെങ്കിൽ ചില കാര്യങ്ങൾക്ക് മാത്രമേ പരസ്യങ്ങൾ നൽകുന്നുള്ളൂ. പക്ഷേ ഈ പരസ്യം തന്നെ തുടർച്ചയായിട്ട് ചെയ്യുമ്പോൾ ഇതിന് ചിലവ് കൂടുന്നതാണ്. ഇനി ഇതുകൊണ്ടുള്ള പ്രയോജനം, വിൽപ്പന ഉടനടി വർദ്ധിപ്പിക്കുന്നതിനും പുതിയ ഉപഭോക്താക്കളെ ആകർഷിക്കുന്നതിനും വിപണി വിഹിതം വർദ്ധിപ്പിക്കുന്നതിനും ഇത് വളരെ വേഗത്തിൽ ഫലം നൽകുന്നതാണ്. അതായത് നമ്മൾ പരസ്യം എന്ന് പറയുമ്പോൾ ദീർഘകാല അടിസ്ഥാനത്തിലേക്കായിരുന്നു. എന്നാൽ ഇവിടെ സെയിൽസ് പ്രൊമോഷൻ എന്ന് പറയുമ്പോൾ ചുരുങ്ങിയ ചെലവിലേക്കാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു എക്സാമ്പിൾ പറയാന്നുണ്ടെങ്കിൽ, ഒരു പ്രോഡക്റ്റ് എടുത്തു കഴിഞ്ഞാൽ ഒരെണ്ണം ഫ്രീ, അല്ലെങ്കിൽ ഒരു മൊബൈൽ എടുത്തു കഴിഞ്ഞാൽ ഒരു ഹെഡ്സെറ്റ് ഫ്രീ എന്നുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ, പരസ്യങ്ങൾ നൽകുമ്പോഴാണ് അത് പുതിയ കസ്റ്റമേഴ്സിനെ കണ്ടെത്തുവാനും ആ ഉൽപ്പന്നത്തെ പെട്ടെന്ന് തന്നെ കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കുവാനും സാധിക്കുന്നതാണ്. പക്ഷെ ഇതിനൊരു പ്രശ്നം വരുന്നത്, ഇത് അമിതമായി ഉപയോഗിച്ചു കഴിഞ്ഞാൽ ബ്രാൻഡിൻ്റെ മൂല്യം കുറയുവാൻ സാധ്യതയുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഇത്തരത്തിലുള്ള പ്രൊമോഷനൊക്കെ കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ ഓഫറുകളൊക്കെ കൊടുക്കുമ്പോൾ ഒരു കസ്റ്റമേഴ്സിനിടയിൽ ഒരു നെഗറ്റീവ് ഇമേജ് വരുവാനും സാധ്യതയുണ്ട്. ചുരുക്കത്തിൽ, ദീർഘകാല അടിസ്ഥാനത്തിൽ ഒരു ബ്രാൻഡിനെ കെട്ടിപ്പടുക്കുവാൻ സഹായിക്കുമ്പോൾ, പരസ്യം ദീർഘകാല അടിസ്ഥാനത്തിൽ ഒരു ബ്രാൻഡിനെ കെട്ടിപ്പടുക്കുവാൻ സഹായിക്കുമ്പോൾ, വിൽപ്പന പ്രോത്സാഹനം ലക്ഷ്യം വെക്കുന്നത് ഹ്രസ്വകാല അടിസ്ഥാനത്തിൽ വിൽപ്പന വർദ്ധിപ്പിക്കുവാനാണ് സഹായിക്കുന്നത്. മിക്കപ്പോഴും ഈ 2 തന്ത്രങ്ങളും ഒരുമിച്ച് ഉപയോഗിച്ചാണ് ഫലപ്രദമായിട്ടുള്ള മാർക്കറ്റിംഗ് നടത്തുന്നത്. അതായത് ദീർഘകാല അടിസ്ഥാനത്തിലുള്ള പരസ്യവും ഹ്രസ്വകാലത്തിലേക്കുള്ള സെയിൽസ് പ്രൊമോഷനും ഒരുമിച്ച് കൊണ്ടുപോകുമ്പോഴാണ് മാർക്കറ്റിങ്ങിൽ ഒരു ബ്രാൻഡിന് കൂടുതലായിട്ട് പിടിച്ചു നിൽക്കുവാൻ സാധിക്കുക. ഇനി നെക്സ്റ്റ് പറയാനുള്ളത് 40ാമത്തെ ക്വസ്റ്റ്യനാണ്. ഡിസ്ക്രൈബ് ദ 2 ഫങ്ഷൻസ് ഓഫ് സ്റ്റോക്ക് എക്സ്ചേഞ്ച്. സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഓഹരി വിപണിയുടെ പ്രധാനപ്പെട്ട ധർമ്മങ്ങളാണ് പറയുന്നത്. ഇവിടെ 2 ചോദിച്ചുള്ളത്. എക്സാമിന് 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ്. ഇതിലൊന്നാമത്തത് ആൻസർ, ഓഹരി വിപണിയുടെ പ്രധാനപ്പെട്ട ധർമ്മങ്ങളിൽ ഒന്നാമത്തത് മൂലധന രൂപീകരണം സാധ്യമാക്കുന്നു.
ഒന്നാമത്തത് മൂലധന രൂപീകരണം സാധ്യമാക്കുന്നു. കമ്പനികൾക്ക് അവരുടെ വികസന പ്രവർത്തനങ്ങൾക്കും വിപുലീകരണത്തിനുമുള്ള പണം പൊതുജനങ്ങളിൽ നിന്ന് സമാഹരിക്കുവാനുള്ള ഒരു പ്രധാനപ്പെട്ട വഴിയാണ് ഓഹരി വിപണി. അതായത് ഒരു കമ്പനിയിലേക്ക് ആവശ്യമായിട്ടുള്ള ക്യാപിറ്റൽ മൂലധനം കണ്ടെത്തുന്നത് പൊതുജനങ്ങളിൽ നിന്നാണ്. അതിനുള്ള പ്രധാനപ്പെട്ട ഒരു മാർഗം അല്ലെങ്കിൽ ഒരു സ്ഥാപനമാണ് ഓഹരി വിപണിയായിട്ട് പ്രവർത്തിക്കുന്നത്. ഇവിടെ ഒരു കമ്പനി ആദ്യമായി പൊതുജനങ്ങൾക്ക് ഓഹരി വിൽക്കുമ്പോൾ അല്ലെങ്കിൽ കൂടുതൽ ഓഹരികൾ പുറത്തിറക്കുമ്പോൾ അത് ഓഹരി വിപണിയിൽ ലിസ്റ്റ് ചെയ്യപ്പെടുകയും നിക്ഷേപകർക്ക് വാങ്ങാൻ അവസരം ലഭിക്കുകയും ചെയ്യുന്നു. ഇവിടെ ഒരു കമ്പനി ഓഹരികൾ വിൽക്കുക എന്നുണ്ടെങ്കിൽ ആദ്യം ഓഹരി വിപണിയിൽ ലിസ്റ്റ് ചെയ്യണം. ലിസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഓഹരി വിപണിയിൽ ഈ വിൽക്കപ്പെടുന്ന ഷെയർ വിൽക്കുന്ന കമ്പനിയുടെ പേര് ചേർക്കണം. അതിന് ചില പ്രൊസീജിയേഴ്സ് ഉണ്ട്. അതിന് ശേഷമാണ് ഓഹരി വിപണിയിലൂടെ ഷെയറുകൾ വിൽക്കുവാൻ സാധിക്കുക. ഇനി നെക്സ്റ്റ് രണ്ടാമത്തത് വരുന്നത് ലിക്വിഡിറ്റി. ലിക്വിഡിറ്റിയും വിപണനക്ഷമതയും നൽകുന്നു. നൽകുന്നു. ഇവിടെ ഓഹരി വിപണി സെക്യൂരിറ്റികൾ വാങ്ങുന്നതിനും വിൽക്കുന്നതിനും ഒരു നിരന്തരമായ വിപണി ഒരുക്കുന്നു. ഓഹരി വിപണി സെക്യൂരിറ്റികൾ വാങ്ങുന്നതിനും വിൽക്കുന്നതിനും ഒരു നിരന്തരമായ വിപണി ഒരുക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിക്ഷേപകർക്ക് തങ്ങളുടെ ഓഹരികൾ ആവശ്യമുള്ളപ്പോൾ എളുപ്പത്തിൽ വിറ്റ് പണമാക്കുവാൻ സാധിക്കുന്നു. ഒരാൾ ഷെയർ വിൽക്കാൻ ഉദ്ദേശിക്കുന്നു എങ്കിൽ ഈ സമയത്ത് ഓഹരി വിപണിയിലൂടെ ഷെയറുകൾ വിൽക്കാൻ സാധിക്കും. ഇതേ സമയം തന്നെ മറുഭാഗത്ത് ഓഹരി വാങ്ങുവാൻ ആഗ്രഹിക്കുന്ന വ്യക്തിക്ക് ആ ഷെയർ വാങ്ങുകയും ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ രണ്ട് വാങ്ങുന്ന ആളെയും വിൽക്കുന്ന ആളെയും തമ്മിൽ പരസ്പരം ബന്ധിപ്പിക്കുന്നത് ആരാണ്? ഓഹരി വിപണിയാണ്. ഇവിടെ ഓഹരി വിപണി പെട്ടെന്ന് തന്നെ ഷെയർ വിറ്റ് പണമാക്കുവാൻ, ലിക്വിഡിറ്റി എന്നാണ് അതിന് പറയുന്നത്, എളുപ്പത്തിൽ പണമാക്കുവാൻ സാധിക്കുന്നു. നിക്ഷേപകർക്ക് തങ്ങളുടെ ഓഹരികൾ എളുപ്പത്തിൽ വിൽക്കാൻ കഴിയുമെന്ന ആത്മവിശ്വാസമുള്ളത് കൊണ്ട് തന്നെ അവർക്ക് ഓഹരികളിൽ നിക്ഷേപിക്കുവാൻ മടി തോന്നില്ല. പണം പെട്ടെന്ന് തന്നെ ആവശ്യമുള്ളപ്പോൾ പണമാക്കി മാറ്റാം എന്നുള്ള സൗകര്യമുള്ളത് കൊണ്ടാണ് ധാരാളം ആളുകൾ ഷെയറുകൾ എടുക്കുന്നത്. ഇനി നെക്സ്റ്റ് വരുന്നത് വില കണ്ടെത്തുക. മൂന്നാമത്തെ കാര്യമാണ് വില കണ്ടെത്തുക. ഇവിടെ ഓഹരി വിപണിയിൽ ആവശ്യകതയുടെയും ലഭ്യതയുടെയും ശക്തികളാണ് സെക്യൂരിറ്റികളുടെ ന്യായമായ കമ്പോള വില നിർണ്ണയിക്കുന്നത്. ആവശ്യകതയുടെയും ലഭ്യതയുടെയും, അതായത് ഡിമാൻഡ് ആൻഡ് സപ്ലൈ എന്ന് പറയും. ഷെയർ ആവശ്യമായി വരികയും അതുപോലെ ഷെയർ എടുക്കുവാൻ ആളുകളും ഉണ്ടാകുമ്പോൾ അതിനനുസരിച്ചാണ് ഈ മൂലധന വിപണിയിൽ ആ ഷെയറിൻ്റെ വില കൂടുകയും കുറയുകയും ചെയ്യുന്നത്. ഒരു കമ്പനി നല്ല ലാഭത്തിലാണ് ആ കമ്പനിയുടെ ഷെയർ പൊതുജനങ്ങൾ എടുക്കുവാൻ ആഗ്രഹിക്കുന്നു എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ആ ഷെയറിൻ്റെ വില ഉയരും. നേരെ ഓപ്പോസിറ്റും കമ്പനി പിറകോട്ടാണ്, വലിയ മെച്ചമില്ലാത്തതാണെന്നുണ്ടെങ്കിൽ പൊതുജനങ്ങളും അത്തരത്തിലുള്ള ഷെയറുകൾ എടുക്കുവാൻ മടിക്കുന്നതാണ്. അപ്പോൾ ഡിമാൻഡ് ആൻഡ് സപ്ലൈക്ക് അനുസരിച്ചാണ് ഓഹരിയുടെ ഷെയറിൻ്റെ വില കൂടുകയും കുറയുകയും ചെയ്യുന്നത്. ഇവിടെ ഓഹരി വിപണി വില കണ്ടെത്തുവാൻ സഹായിക്കുന്നുണ്ട്. വാങ്ങുന്നവരും വിൽക്കുന്നവരും തമ്മിലുള്ള നിരന്തരമായ ഇടപെടലുകൾ, കമ്പനിയുടെ പ്രകടനം, സാമ്പത്തിക സാഹചര്യങ്ങൾ, വിപണിയിലെ പൊതുവായ മനോഭാവം എന്നിവയെക്കുറിച്ചുള്ള വിവരങ്ങൾ എന്നിവയിലൂടെ സെക്യൂരിറ്റികളുടെ കാര്യക്ഷമമായ വില കണ്ടെത്തുവാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ വില നിർണ്ണയിക്കുന്നത് കമ്പനി മാത്രമല്ല, ആ ഓഹരി വിപണിയാണ്. ഈ കമ്പനിയുടെ സ്വഭാവവും മറ്റു സാഹചര്യങ്ങളൊക്കെ നോക്കി, കമ്പനിയുടെ പ്രകടനം, സാമ്പത്തിക സാഹചര്യങ്ങൾ, വിപണിയിലെ പൊതുവായ സ്വഭാവം, ഇതെല്ലാം നോക്കിയിട്ടാണ് ആ കമ്പനിയുടെ ഷെയറിന് വില കണ്ടെത്തുന്നത്. ഈ വിലകൾ ഒരു കമ്പനിയുടെ നിലവിലെയും ഭാവിയുടെയും സാധ്യതകളെക്കുറിച്ചുള്ള നിക്ഷേപകരുടെ കൂട്ടായ കാഴ്ചപ്പാടുകളെ പ്രതിഫലിപ്പിക്കുന്നു. മൂന്നാമത്തെ കാര്യം വില കണ്ടെത്തുവാൻ സഹായിക്കുന്നു. ഇനി നെക്സ്റ്റ് വരുന്നത് നാലാമത്തെ കാര്യമാണ്. ഇവിടെ ഇടപാടുകളുടെ സുരക്ഷയും സുതാര്യതയും ഉറപ്പുവരുത്തുന്നു. ഇടപാടുകളുടെ സുരക്ഷയും സുതാര്യതയും ഉറപ്പാക്കുന്നു.
ഇവിടെ ഓഹരി വിപണികൾ നിയന്ത്രിക്കുന്ന ബോർഡുകൾ, അതായത് സെബി, സെക്യൂരിറ്റീസ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ തുടങ്ങിയ ഓഹരി നിയന്ത്രിക്കുന്ന ബോർഡുകൾ നിശ്ചയിച്ചിട്ടുള്ള കർശനമായ നിയമങ്ങളും ചട്ടങ്ങൾക്കും വിധേയമായിട്ടാണ് ഓഹരി വിപണികൾ പ്രവർത്തിക്കുന്നത്. അപ്പോൾ സെബിയുടെ കൃത്യമായ നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ടാണ് ഓഹരി വിപണികൾ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ന്യായമായ വ്യാപാര രീതികൾ ഉറപ്പാക്കുകയും കമ്പോളത്തിലെ കൃത്രിമങ്ങൾ തടയുകയും നിക്ഷേപകരുടെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുകയും ചെയ്യുന്നതാണ്. എല്ലാ ഇടപാടുകളും സാധാരണയായി ഒരു നിശ്ചിതവും സുരക്ഷിതവുമായ ചുറ്റുപാടിൽ നടക്കുന്നു. ഇത് ഇടപാട് പങ്കാളികൾ തമ്മിലുള്ള നഷ്ടസാധ്യതയും കുറക്കുവാനും സഹായിക്കുന്നതാണ്. ഇപ്പം ഇവിടെ നമ്മൾ ഓഹരി വിപണിയിലായതുകൊണ്ട് തന്നെ വളരെ കൃത്യമായിട്ടുള്ള സുരക്ഷിതമായ ചുറ്റുപാടിലാണ് ഓഹരികൾ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നഷ്ടസാധ്യത കുറയുന്നതാണ്. അപ്പോൾ നമ്മൾ പുറമേ നിന്ന് ഷെയറുകൾ മേടിക്കുക എന്നുണ്ടെങ്കിൽ മൊബൈൽ വഴിയോ മറ്റു കാര്യങ്ങളിലൂടെയൊക്കെ വാങ്ങുകയാണെങ്കിൽ നമ്മൾ പലപ്പോഴും ചതിക്കപ്പെടുവാനുള്ള സാധ്യത കൂടുതലാണ്. അതേസമയം ഓഹരി വിപണികളിലൂടെ ഇത്തരത്തിലുള്ള ഷെയറുകൾ വാങ്ങുമ്പോൾ ഇങ്ങനെ ചതിക്കപ്പെടുവാനോ അല്ലെങ്കിൽ നമുക്ക് നഷ്ടം വരുവാനൊക്കെ സാധ്യത വളരെ കുറവായിരിക്കും. മാത്രമല്ല, ലിസ്റ്റ് ചെയ്ത കമ്പനികൾ പ്രസക്തമായ സാമ്പത്തിക വിവരങ്ങളും പ്രവർത്തന വിവരങ്ങളും പൊതുജനങ്ങൾക്ക് വെളിപ്പെടുത്തേണ്ടതിനാൽ സുതാര്യത നിലനിർത്തുകയും ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു, ലിസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞു. അതായത് കഴിഞ്ഞ വർഷങ്ങളിലെ വിറ്റുവരവ്, ലാഭം ഇതെല്ലാം നോക്കിയിട്ടാണ് ഒരു കമ്പനിയുടെ പേര് ഓഹരി വിപണിയിൽ ലിസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് അവരുടെ കാര്യങ്ങൾ വളരെ കൃത്യമായി വെളിപ്പെടുത്തുക എന്നുള്ളതിനാൽ ആ കമ്പനിയെക്കുറിച്ചുള്ള വിവരങ്ങൾ സുതാര്യമായി ജനങ്ങൾക്ക് അറിയുവാൻ സാധിക്കുന്നതാണ്. ഇനി നെക്സ്റ്റ് വരുന്നത് 5-ാമത്തെ കാര്യം, സാമ്പത്തിക ബാരോമീറ്ററായി പ്രവർത്തിക്കുന്നു. ഇവിടെ ഒരു രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയുടെ പൊതുവായ ആരോഗ്യത്തെയും മനോഭാവത്തെയും ഓഹരി വിപണിയുടെ പ്രകടനം പലപ്പോഴായി പ്രതിഫലിക്കുന്നുണ്ട്. ഓഹരി വിലകളുടെ വർധനവ് സാധാരണയായി ആരോഗ്യകരവും വളരുന്നതുമായ ഒരു സമ്പദ് വ്യവസ്ഥയെ സൂചിപ്പിക്കുന്നു. അതേസമയം ഇതിൻ്റെ ഓപ്പോസിറ്റായിട്ട് വരുന്നത് വിലകളിലെ ഇടിവും സാമ്പത്തിക മാന്ദ്യമോ അനിശ്ചിതത്വങ്ങളെയൊക്കെ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഓഹരി വിപണി ഒരു സാമ്പത്തിക ബാരോമീറ്റർ പ്രവർത്തിക്കുന്നു. അതായത് ഒരു കമ്പനിയുടെ വളർച്ചയ്ക്കനുസരിച്ച് ആ കമ്പനിയുടെ ഓഹരിയുടെ വില കൂടുകയും ഒരു കമ്പനിയുടെ നഷ്ടത്തിനനുസരിച്ച് ആ കമ്പനിയുടെ ഓഹരി വില താഴുകയും ചെയ്യുന്നതാണ്. ഇത് ലാഭം നഷ്ടത്തിനനുസരിച്ച് ഒരു ബാരോമീറ്റർ പ്രവർത്തിക്കുന്നത് പോലെ ഓഹരി വിപണി പ്രവർത്തിക്കുന്നുണ്ട്. ഇത് മാത്രമല്ല, ഓഹരി വിപണിയിലെ സൂചികകൾ, അതായത് നിഫ്റ്റി, സെൻസെക്സ് പോലെയുള്ള ഓഹരി വിപണിയിലെ സൂചികകൾ സാമ്പത്തിക പ്രവണതകൾ അളക്കുന്നതിനും നയരൂപകർത്താക്കൾക്ക്, ബിസിനസ്സുകൾക്കും നിക്ഷേപകർക്കും വിവരമുള്ള തീരുമാനങ്ങൾ എടുക്കുന്നതിനും സഹായിക്കുന്ന ഒരു പ്രധാനപ്പെട്ട സൂചകങ്ങളായിട്ടാണ് ഇന്ത്യയിലെ നിഫ്റ്റി, സെൻസെക്സ് പോലെയുള്ള ഓഹരി സൂചികകൾ പ്രവർത്തിക്കുന്നത്. ഇനി നെക്സ്റ്റ് വരുന്ന 6-ാമത്തെ കാര്യമാണ്, സമ്പാദ്യവും നിക്ഷേപവും പ്രോത്സാഹിപ്പിക്കുന്നു. അതെങ്ങനെയാണ്? മൂലധന വർധനവിലൂടെയും ലാഭവിഹിതത്തിലൂടെയും സമ്പത്ത് സൃഷ്ടിക്കുവാനുള്ള സാധ്യതയുള്ള ആകർഷകമായ നിക്ഷേപ അവസരങ്ങൾ നൽകിക്കൊണ്ട് ഓഹരി വിപണികൾ വ്യക്തികളെ തങ്ങളുടെ പണം വെറുതെ വെക്കാതെ ഉൽപാദനപരമായ ആസ്തികളിൽ സമ്പാദിക്കുവാനും നിക്ഷേപിക്കുവാനും അവരെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ ഓരോ ആളുകളുടെ വരുമാനം അത് ബാങ്കിലോ അല്ലെങ്കിൽ നമ്മുടെ വീടുകളിലൊക്കെ വെറുതെ സൂക്ഷിച്ചിരിക്കുമല്ലോ. ആ സൂക്ഷിക്കുന്ന പണത്തിന് എന്തെങ്കിലും വളർച്ച ഉണ്ടാകുമോ? ഇല്ല. നമ്മൾ 1,00,000 രൂപ വീട്ടിൽ വെച്ച് കഴിഞ്ഞാൽ ഇനി 1 വർഷം കഴിഞ്ഞാലും അത് എത്രയേ ഉണ്ടാവുള്ളൂ? 1,00,000 തന്നെ അവിടെ ഇരിക്കുന്നുണ്ടായിരിക്കും. എന്നാൽ നേരെ മറിച്ച് ഈ 1,00,000 രൂപ ഏതെങ്കിലും കമ്പനിയുടെ ഷെയർ ആയിട്ട് നമ്മൾ എടുക്കുകയെന്നുണ്ടെങ്കിൽ അത് 1 വർഷം കഴിയുമ്പോഴേക്ക് 1,00,000-നേക്കാൾ കൂടുതലായിട്ട് അതിൻ്റെ ഇൻട്രസ്റ്റോ അല്ലെങ്കിൽ ലാഭവിഹിതമൊക്കെ ആയിട്ട് നമുക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ലാഭവിഹിതത്തിലൂടെ സമ്പത്ത് സൃഷ്ടിക്കുവാനുള്ള സാധ്യതയും ആകർഷകമായിട്ടുള്ള നിക്ഷേപങ്ങൾക്കുള്ള അവസരങ്ങളും മൂലധന വിപണികൾ ഉണ്ടാക്കി തരുന്നുണ്ട്. ഇത് നിക്ഷേപ സംസ്കാരം വളർത്തുകയും സാമ്പത്തിക സ്രോതസ്സുകളെ
കോർപ്പറേറ്റ് മേഖലകളിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നു. ഈ ഫണ്ടുകൾ പിന്നീട് കൂടുതൽ വളർച്ചയ്ക്കായി ഉപയോഗപ്പെടുകയും ചെയ്യുന്നതാണ്. അപ്പോൾ ഇത് ഒരാളെ സംബന്ധിച്ച് 1,00,000 അത് ഒരു 100 ആളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ എന്തായി? വലിയൊരു എമൗണ്ടായി മാറിയല്ലോ. അപ്പോൾ ഇങ്ങനെയുള്ള പ്രവർത്തികളിൽ മൂലധന വിപണി പ്രവർത്തിക്കുന്നുണ്ട്. ഇനി നെക്സ്റ്റ് വരുന്നതാണ് 7ാമത്തെ കാര്യം വരുന്നത് കോർപ്പറേറ്റ് ഭരണത്തിന് സംഭാവന നൽകുന്നു. കോർപ്പറേറ്റ് ഭരണത്തിന് സംഭാവന നൽകുന്നു. അതെങ്ങനെയാണ്? ഓഹരി വിപണിയിലെ ലിസ്റ്റ് ചെയ്തിട്ടുള്ള കമ്പനികളിൽ കർശനമായ വിവര വെളിപ്പെടുത്തൽ മാനദണ്ഡങ്ങളും കോർപ്പറേറ്റ് ഭരണ നിലവാരങ്ങളും പാലിക്കുവാൻ ബാധ്യസ്ഥരാണ്. അതുകൊണ്ട് ഇത് മാനേജ്മെൻറ്റിൻ്റെ സുതാര്യത, ഉത്തരവാദിത്തം, ധാർമ്മികമായ പ്രവർത്തനങ്ങൾ എന്നിവ ഉറപ്പാക്കുന്നു. ഇതുവഴി ഓഹരി ഉടമകളുടെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കപ്പെടുകയും ചെയ്യുന്നതാണ്. ഇവിടെ കോർപ്പറേറ്റ് ഭരണത്തിന് ഓഹരി വിപണിയിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള കമ്പനികൾ കർശനമായ നിയന്ത്രണങ്ങളും മാനദണ്ഡങ്ങളും പാലിക്കുന്നത് കൊണ്ട് അത്തരത്തിലുള്ള കമ്പനികൾ ഭരണ നിലവാരം പാലിക്കുവാനും ബാധ്യസ്ഥരാണ്. അതുകൊണ്ട് തന്നെ കൂടുതലായിട്ട് ഈ ഓഹരി വിപണികളുടെ താൽപ്പര്യങ്ങൾ ഇവിടെ സംരക്ഷിക്കപ്പെടുന്നുണ്ട്. ഇനി ഓഹരി ഉടമകൾക്ക് അവരുടെ വോട്ടവകാശത്തിലൂടെ പ്രധാന കമ്പനി തീരുമാനങ്ങളിൽ സ്വാധീനം ചെലുത്തുവാനും മാനേജ്മെൻറ്റിനെ ഉത്തരവാദിത്തമുള്ളവരാക്കുവാനും സഹായിക്കുന്നതാണ്. ഇനി ചുരുക്കത്തിൽ മൂലധനത്തിൻ്റെ കാര്യക്ഷമമായ ഒഴുക്ക് സുഗമമാക്കുകയും ന്യായവും സുതാര്യവുമായ വ്യാപാര അന്തരീക്ഷം നൽകുകയും സാമ്പത്തിക ക്ഷേമത്തിൻ്റെ ഒരു നിർണായക സൂചകമായി പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു സുപ്രധാന സ്ഥാപനമാണ് ഓഹരി വിപണി ആയിട്ട് പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഈ കാര്യങ്ങളാണ് ഓഹരി വിപണിയുടെ പങ്കാളിത്തത്തെക്കുറിച്ച് പറഞ്ഞത്. ഇനി നെക്സ്റ്റ് വരുന്നത് 41ാമത്തെ ക്വസ്റ്റ്യനാണ്. സ്റ്റേറ്റ് എനി 2 ഒബ്ജക്റ്റീവ്സ് ഓഫ് WTO. ലോക വ്യാപാര സംഘടനയുടെ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ WTO അതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ താഴെ കൊടുക്കുന്നു. ഏതെല്ലാമാണ്? എക്സാമിന് ചോദിച്ച ഒരു ക്വസ്റ്റ്യനാണ്. 2 എണ്ണമാണ് എഴുതേണ്ടത്, 2 മാർക്കിനാണ്. WTO എന്ന് പറഞ്ഞാൽ ഫുൾ ഫോം പഠിച്ചു വെക്കുക. വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ. ഇതിൽ 1ാമത്തെ ലക്ഷ്യം അന്താരാഷ്ട്ര വ്യാപാരം സുഗമമാക്കുന്നു. അതെങ്ങനെയാണ്? രാജ്യങ്ങൾ തമ്മിലുള്ള വ്യാപാര തടസ്സങ്ങൾ, അതായത് താരിഫുകൾ, കോട്ടകൾ പോലുള്ള കാര്യങ്ങൾ, വ്യാപാര തടസ്സങ്ങൾ കുറക്കുകയും അതുവഴി ചരക്കുകളുടെയും സേവനങ്ങളുടെയും സ്വതന്ത്രമായ ഒഴുക്ക് ഉറപ്പാക്കുകയും ചെയ്യുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ലക്ഷ്യമായിട്ട് വരുന്നത്. ഇവിടെ താരിഫുകൾ അതുപോലെ തന്നെ കോട്ടകൾ എന്ന് പറഞ്ഞാൽ ഒരു രാജ്യം മറ്റൊരു രാജ്യത്തേക്ക് കയറ്റുമതി ചെയ്യാൻ പറ്റാവുന്ന വസ്തുക്കൾ, ആ വസ്തുവിൻ്റെ അളവുകൾ, ഈ കാര്യങ്ങളാണ് താരിഫുകൾ, കോട്ടകൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ എന്തെങ്കിലും തടസ്സങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അതിൻ്റെ തടസ്സങ്ങൾ നീക്കുക എന്നുള്ളതാണ് WTOയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യമായിട്ട് വരുന്നത്. വ്യാപാര നയങ്ങളിൽ സുതാര്യതയും പ്രവചനാത്മകതയും കൊണ്ടുവരികയും എല്ലാ അംഗരാജ്യങ്ങൾക്കും തുല്യ അവസരങ്ങൾ ഉറപ്പാക്കുകയും ചെയ്യുന്നു. ഇനി നെക്സ്റ്റ് വരുന്നത് 2ാമത്തെ കാര്യം ജീവിത നിലവാരം ഉയർത്തുക. 2ാമത്തെ കാര്യം ജീവിത നിലവാരം ഉയർത്തുക. ലോക വ്യാപാരം വികസിപ്പിക്കുന്നതിലൂടെ സാമ്പത്തിക വളർച്ച പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെയും അംഗരാജ്യങ്ങളിലെ ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്തുക. അപ്പോൾ ഈ രാജ്യങ്ങൾ, ഈ WTOയിൽ അംഗങ്ങളായിട്ടുള്ള രാജ്യങ്ങൾ തമ്മിൽ സാമ്പത്തിക വളർച്ചയെ പ്രോത്സാഹിപ്പിക്കണം, പരസ്പര വികസനവും കൊണ്ടുവരണം. അപ്പോൾ ഇത് ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും ആ രാജ്യത്തുള്ള ആളുകളുടെ ജീവിത നിലവാരം ഉയരുകയും ചെയ്യുന്നതാണ്. മാത്രമല്ല സമ്പൂർണ്ണ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുകയും വരുമാനം വർദ്ധിപ്പിക്കുന്നതിനും ഇത് ലക്ഷ്യമിടുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഇന്ത്യയിലുള്ള ധാരാളം ആളുകൾ വിദേശ രാജ്യങ്ങളിലേക്ക് പോയി വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നുണ്ട്. അതെങ്ങനെയാണ് സാധ്യമായത്? അത് ഈ WTOയിലൂടെയാണ്. ഇവിടെയുള്ള ആളുകൾക്ക് അവിടെ ജോലി എടുക്കുവാനുള്ള സൗകര്യം കൊടുക്കുക എന്നുള്ളത് WTOയിലൂടെ പ്രഖ്യാപിക്കുന്നുണ്ട്. വ്യാപാരം നടത്തുക, മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് വരുന്നത് 3ാമത്തെ കാര്യമാണ്. 3ാമത്തത് വിഭവങ്ങളുടെ ഒപ്റ്റിമൽ ഉപയോഗം കുറക്കുക. വിഭവങ്ങളുടെ ഒപ്റ്റിമൽ ഉപയോഗം ഉറപ്പാക്കുക. അതെങ്ങനെയാണ്? ലോകത്തിലെ വിഭവങ്ങൾ ഏറ്റവും കാര്യക്ഷമമായി ഉപയോഗിക്കുന്നുവെന്ന് ഉറപ്പാക്കുക. ലോകത്തിലെ
വിഭവങ്ങൾ ഏറ്റവും കാര്യക്ഷമമായി ഉപയോഗിക്കുന്നുവെന്ന് ഉറപ്പാക്കലാണ്. ഇങ്ങനെ സുസ്ഥിര വികസനത്തിൻ്റെ ചട്ടക്കൂടിനുള്ളിൽ നിന്നുകൊണ്ട് ഇത് കൈവരിക്കുവാൻ ശ്രമിക്കുന്നു. മാത്രമല്ല പരിസ്ഥിതിയെ സംരക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നതിനും അംഗരാജ്യങ്ങളുടെ ആവശ്യങ്ങൾക്കും ആശങ്കകൾക്കും അനുസരിച്ച് ഈ ലക്ഷ്യം നേടുന്നതിനുള്ള മാർഗങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനും ഊന്നൽ നൽകുന്നതാണ്. ഇനി ഈ WTO ഉൾപ്പെടുന്ന രാജ്യങ്ങൾക്കിടയിൽ പരിസ്ഥിതി സംരക്ഷണം ഉണ്ടായിരിക്കണം. മാത്രമല്ല ആ രാജ്യങ്ങളുടെ ഓരോ രാജ്യത്തും പരിസ്ഥിതി സംരക്ഷണം ഉണ്ടായിരിക്കണം. മാത്രമല്ല അതാത് ഗ്രൂപ്പിൽപ്പെട്ട രാജ്യങ്ങളുടെ പരസ്പരമുള്ള ആവശ്യങ്ങൾ, അവരുടെ ആശങ്കകൾ, ഇതിനൊക്കെ ഊന്നൽ നൽകുകയും ചെയ്യുന്നുണ്ട്. ഇനി നെക്സ്റ്റ് വരുന്നത് 4ാമത്തെ കാര്യം, വികസ്വര രാജ്യങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുക. വികസ്വര രാജ്യങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുക. ഇവിടെ വികസ്വര രാജ്യങ്ങൾക്കും പ്രത്യേകിച്ച് ഏറ്റവും കുറഞ്ഞ വികസിത രാജ്യങ്ങൾക്കും അന്താരാഷ്ട്ര വ്യാപാര വളർച്ചയിൽ സ്ഥിരമായ ഒരു പങ്ക് ഉറപ്പാക്കുക. മാത്രമല്ല അവരുടെ സാമ്പത്തിക അഭിവൃദ്ധിക്ക് ആവശ്യമായ പിന്തുണയും പരിഗണനയും നൽകുകയും ചെയ്യുക. അപ്പോൾ 4ാമത്തെ കാര്യം വികസ്വര രാജ്യങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുക എന്നുള്ളതാണ്. ഇനി നെക്സ്റ്റ് വരുന്നത് 5ാമത്തെ WTO ലക്ഷ്യം വെക്കുന്ന 5ാമത്തെ കാര്യം, വിവേചനരഹിതമായ വ്യാപാരം പ്രോത്സാഹിപ്പിക്കുക. ഇവിടെ ഒരു രാജ്യത്തോട് മറ്റൊരു രാജ്യത്തേക്കാൾ കൂടുതൽ അനുകൂലമായി പെരുമാറുന്നത് തടയുന്ന ഏറ്റവും പ്രിയപ്പെട്ട രാജ്യം എന്ന തത്വവും, മാത്രമല്ല ഇറക്കുമതി ചെയ്ത ഉൽപ്പന്നങ്ങളെ ആഭ്യന്തര ഉൽപ്പന്നങ്ങളെക്കാൾ താഴ്ത്തിക്കെട്ടാതിരിക്കുവാൻ വേണ്ടി സഹായിക്കുന്ന ദേശീയ പരിഗണന എന്ന തത്വവും നടപ്പാക്കുന്നുണ്ട്. അപ്പോൾ 2 തത്വങ്ങളാണ്. അതായത് ഏറ്റവും പ്രിയപ്പെട്ട രാജ്യം എന്നുള്ള രീതിയിൽ ഒരു രാജ്യത്തോട് മറ്റൊരു രാജ്യത്തേക്കാൾ കൂടുതൽ അനുകൂലമായി പെരുമാറുന്ന ഒരവസ്ഥ തടയുക. അതിനുവേണ്ടി കൊണ്ടുവന്ന തത്വമാണ് ഏറ്റവും പ്രിയപ്പെട്ട രാജ്യം എന്നുള്ളത്. അതുപോലെ ഉൽപ്പന്നങ്ങൾക്ക് പരിഗണന ഇല്ലാതിരിക്കുന്ന അല്ലെങ്കിൽ താഴ്ത്തിക്കെട്ടുവാൻ സഹായിക്കുന്ന ദേശീയ പരിഗണന എന്ന തത്വവും വളരെ കൃത്യമായിട്ട് WTO നടപ്പിലാക്കുന്നു. ഇതിനു വേണ്ടിയിട്ട് വിവേചനരഹിതമായ വ്യാപാര പ്രോത്സാഹനമാണ് WTO ലക്ഷ്യം വെക്കുന്നത്. ഇനി നെക്സ്റ്റ് വരുന്ന കാര്യം 6ാമത്തത് വ്യാപാര തർക്കങ്ങൾ പരിഹരിക്കുക. 6ാമത്തെ കാര്യം വ്യാപാര തർക്കങ്ങൾ പരിഹരിക്കുക. ഇവിടെ അംഗരാജ്യങ്ങൾ തമ്മിലുള്ള വ്യാപാര തർക്കങ്ങൾ ചർച്ചകളിലൂടെയും നിയമപരമായ നടപടികളിലൂടെയും പരിഹരിക്കുന്നതിന് ഒരു വേദി നൽകുക എന്നുള്ളതാണ്. ഇത് ഏകപക്ഷീയമായ നടപടികളെ തടയുന്നു. ഇപ്പോൾ ലോകരാജ്യങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ, വ്യാപാരപരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അതിൽ WTO ഇടപെടുകയും അതിന് ഏതെങ്കിലും ഒരു ഭാഗത്ത് ഏതെങ്കിലും ഒരു രാജ്യത്തിൻ്റെ ഭാഗം നിൽക്കാതെ കോമണായി നിന്നുകൊണ്ട് കൃത്യമായ പരിഹാരം നൽകുവാൻ WTO ശ്രമിക്കുന്നുണ്ട്. ഇനി നെക്സ്റ്റ് വരുന്നത് 7ാമത്തെ കാര്യം, നയപരമായ സ്ഥിരതയും സുതാര്യതയും ഉറപ്പാക്കുക. നയപരമായ സ്ഥിരതയും സുതാര്യതയും ഉറപ്പാക്കുക. വ്യാപാര നയങ്ങളുടെയും നടപടിക്രമങ്ങളുടെയും സ്ഥിരതയും സുതാര്യതയും വർദ്ധിപ്പിക്കുക ലക്ഷ്യം വെക്കുന്നുണ്ട്. ഇത് അന്താരാഷ്ട്ര വ്യാപാരത്തിന് കൂടുതൽ പ്രവചനാത്മകമായ അന്തരീക്ഷം സൃഷ്ടിക്കുന്നു. നയപരമായ സ്ഥിരതയും സുതാര്യതയും ഉറപ്പാക്കുക. അപ്പോൾ ഈ കാര്യങ്ങളാണ് WTO മുന്നോട്ട് വെക്കുന്ന ലക്ഷ്യങ്ങൾ. ഈ ലക്ഷ്യങ്ങൾ നേടുന്നതിലൂടെ WTO ലോകത്ത് കൂടുതൽ സ്വതന്ത്രവും ന്യായവും സുതാര്യവുമായ വ്യാപാര അന്തരീക്ഷം കെട്ടിപ്പടുക്കുവാൻ ശ്രമിക്കുന്നുണ്ട്. ഇനി നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ നോക്കൂ. 41ാമത്തിൽ തന്നെ ഒരു ഓപ്ഷണൽ ക്വസ്റ്റ്യൻ കൊടുക്കുന്നുണ്ട്. WTOയുമായി ബന്ധപ്പെട്ട തന്നെയാണ് കേട്ടോ. WTO ഹാസ് ബീൻ പ്ലേയിങ് ആൻ ഇമ്പോർട്ടൻ്റ് റോൾ ഇൻ ഫെസിലിറ്റേറ്റിംഗ് ആൻഡ് പ്രൊമോട്ടിംഗ് ഇൻ്റർനാഷണൽ ട്രേഡ്. സ്റ്റേറ്റ് എനി 2 റോൾ ഓഫ് WTO ഇൻ ദ ലൈറ്റ് ഓഫ് ദിസ് സ്റ്റേറ്റ്മെൻറ്റ്. WTO അന്താരാഷ്ട്ര വ്യാപാരം സുഗമമാക്കുന്നതിനും പ്രോത്സാഹിപ്പിക്കുന്നതിനു വേണ്ടി ഒരു പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നുണ്ട്. അവയുടെ WTOയുടെ ധർമ്മങ്ങളാണ് കൊടുക്കുന്നത്. ഫങ്ഷൻസ് അല്ലെങ്കിൽ റോള്, ധർമ്മങ്ങളാണ് ഇനി പറയുന്നത്. ഒരു ആൻസർ തൊട്ട് മുമ്പ് പറഞ്ഞ ലക്ഷ്യങ്ങൾ പറഞ്ഞല്ലോ, ഒബ്ജക്റ്റീവ്സ്, WTOയുടെ ഒബ്ജക്റ്റീവ്സ് ഏകദേശം അതുമായി ബന്ധപ്പെട്ട് തന്നെയാണ് കിടക്കുന്നത്.
2 മാർക്കിന് ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ് കേട്ടോ. അതിൻ്റെ ആൻസർ നോക്കുക. ഒന്നാമത്തത് വ്യാപാര നിയമങ്ങൾ രൂപീകരിക്കുകയും നടപ്പിലാക്കുകയും ചെയ്യുന്നു. വ്യാപാര നിയമങ്ങൾ രൂപീകരിക്കുകയും നടപ്പിലാക്കുകയും ചെയ്യുന്നു. ഒന്നാമത്തെ കാര്യം. ഇവിടെ ലോക വ്യാപാരം സുഗമമായി നടത്തുന്നതിന് WTO ഒരു കൂട്ടം നിയമങ്ങളും കരാറുകളും ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ കരാറുകൾ ചരക്കുകൾ, സേവനങ്ങൾ, ബൗദ്ധിക സ്വത്തവകാശങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ടാണ് ഈ കരാറുകൾ ഉണ്ടാക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നത്. ഈ നിയമങ്ങൾ എല്ലാ രാജ്യങ്ങളും പാലിക്കുന്നുണ്ടെന്ന് WTO ഉറപ്പാക്കുന്നു. ഇത് വ്യാപാരത്തിന് ഒരു സുസ്ഥിരവും പ്രവചനാത്മകവുമായിട്ടുള്ള അന്തരീക്ഷം സൃഷ്ടിക്കുകയും ചെയ്യുന്നതാണ്. ഒന്നാമത്തെ കാര്യം, വ്യാപാര നിയമങ്ങൾ രൂപീകരിക്കുക, നടപ്പിലാക്കുകയും ചെയ്യുന്നു. ഇനി നെക്സ്റ്റ് വരുന്നത് രണ്ടാമത്തെ കാര്യം, വ്യാപാര ചർച്ചകൾക്ക് വേദിയൊരുക്കുന്നു. വ്യാപാര ചർച്ചകൾക്ക് വേദിയൊരുക്കുന്നു. അംഗരാജ്യങ്ങൾക്കിടയിൽ വ്യാപാര തടസ്സങ്ങൾ കുറയ്ക്കുകയും പുതിയ വ്യാപാര കരാറുകൾ ഉണ്ടാക്കുന്നതിനും WTO ഒരു ചർച്ചാവേദി നൽകുന്നുണ്ട്. നേരത്തെ പറഞ്ഞ താരിഫുകൾ കുറയ്ക്കുക, നോൺ താരിഫ് തടസ്സങ്ങൾ ഇല്ലാതെയാക്കുക, സേവന വ്യാപാരം ഉദാരവൽക്കരിക്കുക എന്നിവയെക്കുറിച്ചുള്ള ചർച്ചകൾ ഇവിടെ നടക്കുന്നു. ഇത്തരം ചർച്ചകളിലൂടെ ആഗോള വ്യാപാരം കൂടുതൽ സ്വതന്ത്രവും കാര്യക്ഷമമാക്കുകയും ചെയ്യുന്നതാണ്. അപ്പോൾ ഏതെങ്കിലും രീതിയിലുള്ള തടസ്സങ്ങളുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യുവാനുള്ള വേദി ഒരുക്കുന്നതാരാണ്? WTO ആയിരിക്കും. ഇനി നെക്സ്റ്റ് വരുന്നത് മൂന്നാമത്തെ കാര്യം, വ്യാപാര തർക്കങ്ങൾ പരിഹരിക്കുന്നു. വ്യാപാര തർക്കങ്ങൾ പരിഹരിക്കുന്നു. അംഗരാജ്യങ്ങൾ തമ്മിൽ വ്യാപാര നയങ്ങളുമായി ബന്ധപ്പെട്ട് തർക്കങ്ങൾ ഉണ്ടാകുമ്പോൾ അവ പരിഹരിക്കുന്നതിനുള്ള ഒരു വ്യവസ്ഥാപിത സംവിധാനം WTOക്ക് ഉണ്ട്. ഇവിടെ ഏകപക്ഷീയമായ നടപടികൾ ഒഴിവാക്കുകയും നിയമപരമായ ചട്ടക്കൂടിനുള്ളിൽ നിന്നുകൊണ്ട് ന്യായമായ പരിഹാരങ്ങൾ കണ്ടെത്തുവാൻ ഇത് സഹായിക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് അന്താരാഷ്ട്ര വ്യാപാര ബന്ധങ്ങളിൽ സ്ഥിരത ഉറപ്പാക്കുകയും ചെയ്യുന്നു. അപ്പോൾ മൂന്നാമത്തെ കാര്യം, വ്യാപാര തർക്കങ്ങൾ പരിഹരിക്കുന്നു. ഇനി നെക്സ്റ്റ് വരുന്ന നാലാമത്തെ കാര്യം, ഫംഗ്ഷന് WTOയുടെ ഫംഗ്ഷൻ നാലാമത്തെ, ദേശീയ വ്യാപാര നയങ്ങൾ നിരീക്ഷിക്കുന്നു. മോണിറ്ററിംഗ് നാഷണൽ ട്രേഡ് പോളിസീസ്. ദേശീയ വ്യാപാര നയങ്ങൾ നിരീക്ഷിക്കുന്നു. അംഗരാജ്യങ്ങളുടെ വ്യാപാര നയങ്ങൾ WTO കരാറുകൾക്ക് അനുസൃതമാണോ എന്ന് WTO പതിവായി നിരീക്ഷിക്കുകയും അവലോകനം നടത്തുകയും ചെയ്യുന്നുണ്ട്. ഈ നിരീക്ഷണം അംഗരാജ്യങ്ങളെ അവരുടെ പ്രതിബദ്ധതകൾ പാലിക്കുവാൻ പ്രോത്സാഹിപ്പിക്കുകയും നയങ്ങളിൽ സുതാര്യത ഉറപ്പാക്കുകയും ചെയ്യുന്നുണ്ട്. നാലാമത്തെ കാര്യം, ദേശീയ വ്യാപാര നയങ്ങൾ നിരീക്ഷിക്കുന്നു. ഇനി നെക്സ്റ്റ് വരുന്നത് അഞ്ചാമത്തെ കാര്യം, വികസ്വര രാജ്യങ്ങളെ സഹായിക്കുന്നു. വികസ്വര രാജ്യങ്ങളെ സഹായിക്കുന്നു. വികസ്വര രാജ്യങ്ങൾക്കും പ്രത്യേകിച്ച് ഏറ്റവും കുറഞ്ഞ വികസിത രാജ്യങ്ങൾക്കും ആഗോള വ്യാപാരത്തിൽ പൂർണ്ണമായി പങ്കാളിയാകുവാൻ ആവശ്യമായ സാങ്കേതിക സഹായവും പരിശീലനവും WTO നൽകുന്നുണ്ട്. മാത്രമല്ല, അവരുടെ വ്യാപാര ശേഷി വർദ്ധിപ്പിക്കുന്നതിനും WTO നിയമങ്ങൾ മനസ്സിലാക്കുന്നതിനും നടപ്പിലാക്കുന്നതിനും ഇത് സഹായിക്കുകയും ചെയ്യുന്നുണ്ട്. ഇത് ഈ രാജ്യങ്ങൾക്ക് ആഗോള സമ്പദ് വ്യവസ്ഥയിൽ നിന്ന് കൂടുതൽ പ്രയോജനം നേടുവാൻ അവസരം നൽകുകയും ചെയ്യുന്നു. ഇനി നെക്സ്റ്റ് വരുന്നത് ആറാമത്തെ കാര്യം, ആഗോള സാമ്പത്തിക സഹകരണത്തിൽ പങ്കാളിയാകുന്നു. ആഗോള സാമ്പത്തിക സഹകരണത്തിൽ പങ്കാളിയാകുന്നു. അതെങ്ങനെയാണ്? അന്താരാഷ്ട്ര നാണയനിധി IMF, ഇന്റർനാഷണൽ മണി ഫണ്ട്, അന്താരാഷ്ട്ര നാണയ നിധി, അതുപോലെ ലോക ബാങ്ക്, വേൾഡ് ബാങ്ക് തുടങ്ങിയ മറ്റ് അന്താരാഷ്ട്ര സാമ്പത്തിക സ്ഥാപനങ്ങളുമായി WTO സഹകരിച്ച് പ്രവർത്തിക്കുന്നുണ്ട്. ഇത് ആഗോള സാമ്പത്തിക നയങ്ങളിൽ കൂടുതൽ സ്ഥിരതയും പരസ്പര ധാരണയും ഉറപ്പാക്കുവാൻ സഹായിക്കുകയും ചെയ്യുന്നതാണ്. ഇങ്ങനെ ഇത്തരത്തിലുള്ള ധർമ്മങ്ങളിലൂടെയാണ് WTO അന്താരാഷ്ട്ര വ്യാപാരത്തെ കൂടുതൽ എളുപ്പമാക്കുകയും സുരക്ഷിതമാക്കുകയും ന്യായയുക്തമാക്കുകയും ചെയ്യുന്നത്. ഇത് ആഗോള സാമ്പത്തിക വളർച്ചയ്ക്കും വികസനത്തിനും കാര്യമായ രീതിയിലുള്ള സംഭാവനകൾ നൽകുകയും ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ കാര്യങ്ങളാണ് WTOയുടെ ഫങ്ഷണൽ റോള് അല്ലെങ്കിൽ ധർമ്മങ്ങളായിട്ട് വരുന്നത്.